ചോദിച്ചിട്ട് ഓക്കെ അല്ലേ? പറയട്ടെ ക്വസ്റ്റ്യൻസ്. കേൾക്കാം. നമ്മുടെ നിർത്തിയത് കോഡൊക്കെ പഠിപ്പിച്ചാണ് നിർത്തിയത്. ഓർമ്മയുണ്ടോ? ഡേറ്റ് പറഞ്ഞാടേ എനിക്ക്. 2002 ജനുവരി 26. 2002 ജനുവരി 26. 2002 ജനുവരി 26. ആ കോഡെന്നാ 2002 ജനുവരി 26. അപ്പൊ അതിന് നമ്മള് കുറച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റി പിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പതാകയാണ്, ദേശീയ പതാകയാണ് നമ്മള് എടുത്ത് സെപ്പറേറ്റ് എടുത്ത് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. അപ്പൊ ദേശീയ പതാകയുടെ കാര്യം ഞാൻ പറഞ്ഞോട്ടാ. ഓക്കെ ആണോ? ഒരു എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. എലിസബത്ത് കുര്യൻ, മുഹമ്മദ് രജീസ്, മനു കുര്യാക്കോസ്, റാഷിദ ആർ, നിഖിൽ PS, ഓക്കെ, ഐശ്വര്യ ഘോഷ്. ഞാൻ തുടങ്ങാൻ പോണ്. ഓക്കെ അല്ലേ? അവിടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ഓക്കെ അല്ലേ? ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യ. ഇദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനായിരുന്നു. ഓക്കെ അല്ലേ? ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യ, അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനായിരുന്നു. ഓക്കെ അല്ലേ? അതില് 3 നിറങ്ങളുണ്ട്. മുകളിലത്തെ നിറം കുങ്കുമം. ഇത് ധീരതയും ത്യാഗത്തെയും കുറിച്ച് പറയുന്നു. ഞാൻ കൊടുത്തേക്കുന്നു. ഓക്കെ കേൾക്കുന്നുണ്ടോ? ഹലോ. ഉണ്ടാവുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വോയിസ് ഒക്കെ തന്ന്. ഓക്കെ അല്ലേ? രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യ, അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയായിരുന്നു. മുകളിലത്തെ നിറം കുങ്കുമമാണ്. ഈ കുങ്കുമം ധീരതയും ത്യാഗത്തെയും കുറിച്ച് ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? നടുക്ക് വെള്ള നിറമാണ്, സത്യം സമാധാനം ഇവയെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ലാസ്റ്റില് പച്ച നിറമാണ്, സമൃദ്ധി ഫലഭൂയിഷ്ഠത ഇവയെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ടോപ്പിലത്തെ നിറം കുങ്കുമമാണ്, നടുക്ക് വെള്ളയാണ്, താഴെ പച്ചയാണ്. കുങ്കുമം ധീരത ത്യാഗം, മറ്റത് വെള്ള സത്യം സമാധാനം, പച്ച സമൃദ്ധി ഫലഭൂയിഷ്ഠത. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ നടുക്ക് അശോക ചക്രമുണ്ട്. അശോക ചക്രം നേവി ബ്ലൂ ആണ്. ഓക്കെ അല്ലേ? അതായത് നാവിക നീല നിറമുള്ള കളറിലാണ് ഉള്ള 24 അരക്കാലുകളോട് കൂടിയ അശോക ചക്രമാണ് അതിനകത്തുള്ളത്. ഓക്കെ അല്ലേ? വെള്ള പതാകയില് നടുവില് അശോക ചക്രം ഉണ്ട്. അത് നേവി ബ്ലൂ ആണ്. 24 അരക്കാലുകൾ അതിലുണ്ട്. ഓക്കെ അല്ലേ? ഇനി ത്രിവർണ പതാക തുന്നുന്നത് ഖാദി തുണിയിലാണ് ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്യുന്നത്, നമ്മൾ തയ്ക്കുന്നത്. ഓക്കെ അല്ലേ? ഖാദി തുണിയിലാണ്. കേൾക്കുന്നുണ്ടോ? അഭിദേവ്, ഭവീന ബി രത്നം, ഹലോ. കേൾക്കുന്നുണ്ട്. ശരി, പറയൂ. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്. ഇത് നമ്മള് ത്രിവർണ പതാക നമ്മൾ തയ്ക്കുന്നത് അല്ലെങ്കിൽ തുന്നുന്നത് അല്ലെങ്കിൽ അത് റെഡിയാക്കുന്നത് ഖാദി തുണിയാണ് ഉപയോഗിച്ചാണ് നമ്മൾ തുന്നുന്നത്. ഓക്കെ അല്ലേ? 3.2 റേഷ്യോയിലാണ് നമ്മളിത് തുന്നേണ്ടത്. അതായത് 3:2 റേഷ്യോ ആയിരിക്കണം ആ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ അല്ലേ? 3:2. ഓക്കെ അല്ലേ? കർണാടകയിലെ ഹൂബ്ലിയിലുള്ള ധവാഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഇത് തുന്നാനുള്ള അധികാരം ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. ത്രിവർണ പതാക റെഡിയാക്കാൻ അല്ലെങ്കിൽ തുന്നാൻ പുറത്തിറക്കാൻ അവകാശം കൊടുത്തേക്കുന്ന ധവാഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കർണാടകയിലെ ഹൂബ്ലിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദീർഘ ചതുര ആകൃതിയാണ് ഇത്. ഒരു പ്രാവശ്യം പറയണം. ഏതാണ് സാഹില പറഞ്ഞു? ഒന്നുകൂടെ പറയാം. ഒരു തവണ കൂടെ പറയണം. പറയാം ഒരു തവണ കൂടെ പറയാം. ഓക്കെ, അതായത് തുടക്കം മുതൽ ഒരിക്കലൂടെ പറയാം. ഇത് വരാം, ശ്രദ്ധിച്ചോ. രൂപകൽപ്പന പിംഗലി വെങ്കയ്യ, ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ടോപ്പിലുള്ള നിറം കുങ്കുമ നിറമാണ്. ഇത് ധീരതയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. നടുക്ക് വെള്ള നിറം സത്യം സമാധാനം, താഴെ പച്ച നിറം
സമൃദ്ധി, ഫലഭൂയിഷ്ഠത. ഓക്കെ അല്ലേ? പതാക ദീർഘചതുരാകൃതിയിലാണ്. ഇതിന്റെ റേഷ്യോ 3:2 ആണ്. ഈ പതാകയുടെ നടുവില് നാവിക നിറത്തിലുള്ള അശോക ചക്രമുണ്ട്. അതിന്റെ നിറം നാവിക നീല നിറമാണ്, അതായത് നേവി ബ്ലൂ ആണ്. 24 അരക്കാലുകളുണ്ട്. ഇത് തുന്നുന്നത് ഖാദി തുണിയിലാണ്. ഇത് തുന്നാൻ പെർമിഷൻ സർക്കാർ കൊടുത്തേക്കുന്നത് കർണാടകയിലെ ഹൂബ്ലിയിലെ ധവാഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ്. ഓക്കെ ആണോ? ഇത് കർണാടകയിൽ എവിടെയാ? കർണാടകയിലെ ഹൂബ്ലിയിലുള്ള ധവാഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ്. ഹൂബ്ലി. സർ നബാർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണോ പറഞ്ഞത്? ഒരു സെക്കൻഡ്, ഒരു കുറച്ച് സമയം. ഇപ്പൊ ഒന്ന് 2 മിനിറ്റ് ചോദിച്ചു. ഹലോ, സോറി ഫോർ ദ ട്രബിൾ. എല്ലാരും ഇവിടെ ഉണ്ടാ? കർണാടകയിലെ ഹൂബ്ലിയിലാണ് ഇത് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ധവാഡ്, വിഷ്ണു പറഞ്ഞു, ധവാഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കർണാടകയിലെ ഹൂബ്ലിയിലാണ്. ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ ഓക്കെ, ശരി. നമ്മുടെ പതാക ആഗസ്റ്റ് 15, 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പം അന്ന് പതാക നമ്മൾ ഉയർത്തിയല്ലോ. അത് ഉയർത്തിയത് നമ്മുടെ അന്നത്തെ വൈസ്രോയി ഹൗസ്, ഇന്നത്തെ പ്രസിഡന്റ് ഭവനിലാണ് ഉയർത്തിയത്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം 31 ആചാരവിധികളോടെ ഉയർത്തിയെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അതിനുശേഷം തൊട്ടടുത്ത വർഷം മുതൽ 948 ഓഗസ്റ്റ് 15 മുതൽ ചെങ്കോട്ടയിലാണ് പതാക ഉയർത്തിയത്. ഓക്കെ ആണോ? എല്ലാ വർഷവും പ്രധാനമന്ത്രി ഉയർത്തുന്നത് ചെങ്കോട്ടയിലാണ്. ഇത്രയും ഓക്കെ ആണോ? നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെന്ന് ഇതുവരെ പറഞ്ഞോ? സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം, സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ അന്ന് 1947 ഓഗസ്റ്റ് 15 ത്രിവർണ്ണ പതാക ഉയർത്തിയത് നമ്മുടെ അന്നത്തെ വൈസ്രോയി ഹൗസ്, ഇന്നത്തെ രാഷ്ട്രപതി ഭവനിലെ 31 ആചാരവിധികളോടുകൂടിയാണ് ഉയർത്തിയത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം മുതൽ 948 മുതൽ നമ്മള് ഇത് ഉയർത്തുന്നത്. സൗണ്ട് ക്ലിയർ അല്ല. ഇപ്പോഴവിടെ ഇപ്പൊ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് സർ. ഇതിന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ, കർണാടക നമ്മൾ പറഞ്ഞത് 948 തൊട്ട് 948 മുതൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് എല്ലാ വർഷവും നമ്മുടെ ചെങ്കോട്ടയിൽ പതാക ഉയർത്തും, ത്രിവർണ്ണ പതാക ഉയർത്തും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന വർഷം നിങ്ങൾ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന വർഷം 2002 ജനുവരി 26. ഒരു കമ്മിറ്റിയെ വെച്ച് ഫ്ലാഗ് കോഡിനെ കുറിച്ച് നിയമം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി വെച്ചായിരുന്നു. ഈ കമ്മിറ്റിയുടെ പേര് PT ഷേണായി കമ്മിറ്റി എന്നാണ്. PT ഷേണായി കമ്മിറ്റി എന്നാണ്. ഓക്കെ ആണോ? PT ഷേണായി കമ്മിറ്റി. ഫ്ലാഗ് കോഡിനെ കുറിച്ച്, ഫ്ലാഗ് കോഡ് ഉണ്ടാവാൻ കാരണമായ കമ്മിറ്റി PT ഷേണായി കമ്മിറ്റി. ഈ ഷേണായി കമ്മിറ്റിയാണ് ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് നിയമിച്ചത് ഫ്ലാഗ് കോഡ് കുറിച്ച് നിയമം ഉണ്ടാക്കാനായിട്ട്. ഓക്കെ അല്ലേ? അത് വർഷം 2002 ജനുവരി 26 ഫ്ലാഗ് കോഡ് വരുന്നത്. അധ്യക്ഷന്റെ പേര് PT ഷേണായി കമ്മിറ്റി ആയിരുന്നു. അത് ആ കമ്മിറ്റി PT ഷേണായി കമ്മിറ്റി. ഐ കാൻഡ് ഹിയർ, സൗണ്ട് ഈസ് നോട്ട് ക്ലിയർ. റാഷിദ കേൾക്കുന്നുണ്ടോ? സർ വൈസ്രോയ് ഹൗസ് അല്ലെങ്കിൽ അന്ന് വൈസ്രോയ് ഹൗസ് ആയിരുന്നു, ഇന്നത് രാഷ്ട്രപതി ഭവനായിട്ട് മാറി. ഓക്കെ അല്ലേ? പഴയ വൈസ്രോയ് ഹൗസ് ആണ് ഇപ്പോഴത്തെ രാഷ്ട്രപതി ഭവൻ. ഓക്കെ അല്ലേ? റാഷിദ കേൾക്കുന്നുണ്ടോ? ഇല്ല, അവിടെ ആ ആളിന് റേഞ്ച് പോയെന്നാ തോന്നുന്നത്. ഓക്കെ അല്ലേ?
ഏറ്റവും കുറഞ്ഞ വലിപ്പം ഫ്ലാഗ് കോഡ് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ വലിപ്പം 6x4 ആയിരിക്കണം. 6x4 സെന്റിമീറ്റർ ആയിരിക്കണം ഫ്ലാഗ് കോഡ്. ഓക്കെ അല്ലേ? 6 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതി. 6x4 സെന്റിമീറ്റർ ആയിരിക്കണം ഏറ്റവും ചെറിയ. കേൾക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലോ? പറഞ്ഞോട്ടെ ഞാൻ ബാക്കി. ഓക്കെ. എന്നാ ഇന്ത്യയുടെ ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി പതാക ഉയർത്തുന്നത്, ഇന്ത്യയുടെ ഒരു പതാക എന്ന സങ്കല്പത്തോടെ പതാക ഉയർത്തുന്നത് മാഡം ബിക്കാജി ഗാമ സ്റ്റഡ്ഗഡ് ജർമ്മനിയിൽ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ഉയർത്തുന്നത്. ഓക്കെ അല്ലേ? മാഡം ബിക്കാജി ഗാമ സ്റ്റഡ്ഗഡ് ജർമ്മനിയിൽ. ഓക്കെ അല്ലേ? ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് മാഡം ബിക്കാജി ഗാമ അറിയപ്പെടുന്നത്. വർഷം 907. വർഷം 907. പറയാമോ? ഒന്നുകൂടെ പറയാം. അതായത് ഇന്ത്യക്ക് വേണ്ടി ഒരു പതാക അല്ലെങ്കിൽ ഇന്ത്യയുടെ പതാക എന്ന നിലയിൽ ആദ്യമായിട്ട് ഒരു പതാക ഉയർത്തുന്നത് മാഡം ബിക്കാജി ഗാമ 1907 സ്റ്റഡ്ഗഡ് ജർമ്മനിയിലാണ്. ഓക്കെ അല്ലേ? സ്റ്റഡ്ഗഡ്. ഈ മാഡം ബിക്കാജി ഗാമയ്ക്ക് ഒരു വിശേഷണമുണ്ട്. മാഡം ബിക്കാജി ഗാമയ്ക്ക് ഒരു വിശേഷണമുണ്ട്. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ്. ആതിര നായർ കേൾക്കുന്നുണ്ടോ? സർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഫ്ലാഗ് കോഡ് പ്രകാരം ഏറ്റവും കുറവ് അതെന്താ പോയിന്റ് പറഞ്ഞില്ലായിരുന്നോ? അതിനെ ഒന്നുകൂടെ പറയാം. ഹലോ സർ. പറഞ്ഞോളൂ ആതിര. ഹലോ സർ, നേരത്തെ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫ്ലാഗ് കോഡ് പ്രകാരം ഏറ്റവും കുറവ് ഏറ്റവും കുറവ് 6x4 സെന്റിമീറ്റർ. കൂടുതലല്ല, കുറവ്. ഞാൻ കൂടുതൽ എന്ന് പറഞ്ഞെങ്കിൽ സോറി, കുറവ് 6x4 സെന്റിമീറ്റർ നീളമാണ്. ഓക്കെ, ശരി. ഞാൻ ഇത് ഇനി ഓർഡറിന് ഒന്നുകൂടെ ഫുള്ള് പറയും. നിങ്ങൾ ഇതിനകത്ത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളുക. ഓക്കെ അല്ലേ? ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യ. ഓക്കെ അല്ലേ? ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം കുങ്കുമമാണ്. ഇത് ധീരതയും ത്യാഗത്തെയും കുറിച്ച് പറയുന്നു. വെള്ള സത്യത്തെയും സമാധാനത്തെയും കുറിച്ച് സൂചിപ്പിക്കുന്നു. പിന്നെ പച്ച നിറം സമൃദ്ധി, ഫലഭൂയിഷ്ഠത. നടുക്ക് നമ്മുടെ അശോക ചക്രം ഉണ്ട്. അശോക ചക്രത്തില് 24 അരക്കാലുണ്ട്. ഇതിന്റെ നിറം നേവി ബ്ലൂ ആണ്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് ദീർഘചതുര ആകൃതിയിലാണ് ഇത് ഈ പതാക തയ്യാറാക്കുന്നത്. ഇതിന്റെ നീളം 3:2 ആണ്. നീളം 3:2 ആണ്. ഓക്കെ അല്ലേ? അനുപാതം, റേഷ്യോ. ഇനി ഇത് ഖാദി തുണിയിലാണ് തുന്നുന്നത്. ഓക്കെ അല്ലേ? കർണാടകയിലെ ഹൂബ്ലിയിലുള്ള ദവാഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഇത് ഇന്ത്യ ഗവൺമെന്റ് അനുവാദം കൊടുത്തേക്കണം തുന്നാൻ അല്ലെങ്കിൽ പതാക പുറത്തിറക്കാൻ. ഓക്കെ അല്ലേ? ഞാൻ ഇടയ്ക്ക് പറയാതെ വിട്ടുപോയ ഒരു പോയിന്റ് കൂടെ പറയുന്നു. പാർലമെന്റിലെ ഇന്ത്യൻ പതാക കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷനായിരുന്നത് JB കൃപലാനി. ഇന്ത്യൻ പതാക കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് JB കൃപലാനി. ആഗസ്റ്റ് 15, 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പതാക ഉയർത്തിയത് പാർലമെന്റിലെ അല്ല, വൈസ്രോയി ഹൗസ് എന്ന് അന്നറിയപ്പെട്ട ഇപ്പോഴത്തെ രാഷ്ട്രപതി ഭവനിലാണ് ഉയർത്തിയത്. ഓക്കെ അല്ലേ? പിന്നീട് എല്ലാ വർഷവും ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ചെങ്കോട്ടയിൽ കൊടി ഉയർത്തുന്നു. ഓക്കെ അല്ലേ? ഫ്ലാഗ് കോഡ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയുടെ പേര് ഷേണായ് കമ്മിറ്റി, PT ഷേണായ് കമ്മിറ്റി. ഓക്കെ അല്ലേ? PT ഷേണായ് കമ്മിറ്റി. ഓക്കെ അല്ലേ? അവരുടെ നിർദ്ദേശപ്രകാരം 6x4 ആണ് ഫ്ലാഗ് കോഡിന്റെ ഏറ്റവും ചെറിയ ഫ്ലാഗിന്റെ നീളവും വീതി തമ്മിലുള്ളത്. ഓക്കെ അല്ലേ? ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടേതായിട്ട് ഒരു പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത് മാഡം ബിക്കാജി ഗാമയാണ്. അവരത് ഉയർത്തിയത് സ്റ്റഡ്ഗഡ് ജർമ്മനിയിൽ വെച്ചിട്ട് ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ്. ആ സമയത്തെ വർഷം 907. വർഷം 907. ഇതൊക്കെയാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ, ഓക്കെയാണ്. സുമൻ മോഹൻ എന്തോന്ന് പറയാം? JP കൃപലാനിയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, പറയാം. റിൻഷി എന്തോ പറഞ്ഞു? പറയാം. മുഹമ്മദ് രജീസ് എന്തോ പറഞ്ഞു?
ആ സാറേ, അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നല്ലേ ശരിക്കും? അല്ല അല്ല കമ്മിറ്റി JP കൃപലാനിയാണോ? ആ കമ്മിറ്റി JP കൃപലാനിയാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള അഡോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് രാജേന്ദ്ര ഇല്ല, പ്രസാദ് അല്ലേ? രാജേന്ദ്ര പ്രസാദ് അല്ല. ഇതാണ് ആൻസർ. PSCയുടെ ആൻസർ ആണ് ഞാൻ പറയുന്നത്. JP JP കൃപലാനി കൃപലാനി. സോദി MS. സർ, ഈ പതാകയുടെ കുറഞ്ഞ വലിപ്പം 6x4 ആണ്. മാഡം ബിക്കോസ് പറയൂ. ഏറ്റവും കുറഞ്ഞ വലിപ്പം 6x4 സെന്റിമീറ്റർ. ഏറ്റവും കുറഞ്ഞത് 6x4 ആണ്. 6x4 6x4. ഓക്കെ, സ്വാതി MS എന്തോ ചോദിച്ചു. ഓക്കെ, എലിസബത്ത് കുര്യൻ. ഇനി മീനാക്ഷി ജെ. എലിസബത്ത് കുര്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാറാ JP കൃപലാനി ഒന്ന് ക്ലാരിഫൈ ചെയ്യോ? മീനാക്ഷി JS ഒരു അഡ്ഹോക് കമ്മിറ്റി എഴുതിയിട്ടിരുന്നു. അത് ആർക്കിട്ടതാണ്? ഓക്കെ സാർ, അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറയുന്നത് ഈ സ്വതന്ത്ര ഇന്ത്യയുടെ പതാക തിരഞ്ഞെടുക്കാനായിട്ട് ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. പിന്നെ JP കൃപലാനി ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പതാക കമ്മിറ്റിയുടെ അധ്യക്ഷനല്ലേ സർ? നമ്മുടെ ഇത് രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ PSCയുടെ ആൻസർ പതാക കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ JP കൃപലാനി. നമുക്ക് ഓക്കെ അല്ലേ? അതാണ് അതിന്റെ ആൻസർ. ഇന്ത്യൻ പതാക കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് PSC ചോദിച്ചാൽ ആൻസർ JP കൃപലാനി. ഓക്കെ അല്ലേ? അതാണ്. ബാക്കി ഇതിനകത്ത് വരുന്ന ഡൗട്ടുകളൊക്കെ നിങ്ങൾ കുറിച്ച് വയ്ക്കും. നമുക്കത് വീണ്ടും ഡിസ്കസ് ചെയ്തിട്ട് നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇത് ഓക്കെ ആണല്ലോ? പതാകയായിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം വന്ന പോയിന്റ് എഴുതാവുന്നത് കിട്ടാതെ പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തോട്ട് പോയിക്കോട്ടെ. ഹലോ, ഓക്കെ ശരി. അടുത്തത് ഓക്കെ ശരി. ബാക്കി ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ആരോ മെസ്സേജ് അയച്ചിരുന്നു. റിൻഷി KV എഴുതിയെത്തില്ല. അടുത്തത് പതാകയായിട്ട് ഏത് പേരാണ് ക്ലിയർ അല്ലായിരുന്നു? മാഡം ഗാമ ഡിക്കാജി എന്നുള്ളത് മാഡം ബിക്കാജി ഗാമ ആണോ? ബലൂണിന്റെ അജിയുടെ കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം. കേട്ടില്ല. കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം. അതും ഇതൊക്കെ ഒന്ന് തന്നെ. ദവാഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ ശരി. PSC അവസാനം കൊടുത്ത ആൻസർ ആണിത്. ഓക്കെ ശരി. അടുത്തത് ദേശീയ ഗീതത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ദേശീയ ഗീതം. ഓക്കെ അല്ലേ? ദേശീയ ഗീതത്തെ കുറിച്ച് പറയാൻ പോവാണ്. ഓക്കെ ആണോ? ദേശീയ ഗീതം ഏതാണ്? ദേശീയ ഗീതം എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അയ്യോ വെരി ഗുഡ്. വന്ദേ മാതരം. ഓക്കെ അല്ലേ? വർഷം വന്ദേ മാതരം എഴുതിയ വർഷം അല്ലെങ്കിൽ ആ പുസ്തകം ആ കൃതിയുള്ള പുസ്തകം പുറത്തിറങ്ങിയ വർഷം 1882. ആ പുസ്തകത്തിന്റെ പേര് എന്തുവാടെ? എല്ലാവർക്കും അറിയാലോ. ആനന്ദമഠം. എന്തുവാടെ? ആനന്ദമഠം. ഇയർ 1882. ഓക്കെ ആണോ? 1882. ഓക്കെ അല്ലേ? ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിലാണ് ഇത് ഉള്ളത്. ഇത് ഭവാനന്ദൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആലപിക്കുന്നതാണ് ഈ ഗാനം. ഇത് സന്യാസി കലാപത്തെ ബേസ് ചെയ്താണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? സന്യാസി കലാപത്തെ ബേസ് ചെയ്താണ്. ആനന്ദമഠം എഴുതിയ ഇയർ ഒന്നുകൂടെ പറയാവോ? ആനന്ദമഠം പുറത്തിറങ്ങുന്ന വർഷം 1882. 1882. ഓക്കെ അല്ലേ? ആനന്ദമഠമാണ്. അതിലെ കഥാപാത്രം ഭവാനന്ദൻ ആലപിക്കുന്നതാണ് ഈ കൃതി. ഓക്കെ അല്ലേ? വന്ദേ മാതരം.
വന്ദേ മാതരം 65 സെക്കൻഡ് ആണ് പാടാൻ വേണ്ട സമയം. വന്ദേ മാതരം പാടാൻ 65 സെക്കൻഡ് സമയം വേണം. ഓക്കെ ആണേ? വന്ദേ മാതരം പാടാൻ 65 സെക്കൻഡ് സമയം വേണം. ഇവിടെ ഉണ്ടാ മനു ഒക്കെ ഇവിടെ ഉണ്ടാ, ഹർഷ അനിൽ ഇവിടെ ഉണ്ടാ, ഷീമ എസ് മോഹൻ. ഓക്കെ അല്ലേ? 65 സെക്കൻഡ് സമയം വേണം ഇത് പാടാൻ. ഓക്കെ അല്ലേ? ഇതിന്റെ രാഗം ദേശീയ രാഗമാണ്. ഇത് ചിട്ടപ്പെടുത്തിയ ആളിന്റെ പേര് ജാദുനാഥ് ഭട്ടാചാര്യ. ഇത് ചിട്ടപ്പെടുത്തിയ ആളിന്റെ പേര് രാഗം ഒന്നുകൂടെ പറയാമോ? രാഗം രാഗം ദേശ് രാഗം. ദേശ് രാഗം. ജാദുനാഥ് ഭട്ടാചാര്യാണ് ഇത് ചിട്ടപ്പെടുത്തിയത്, സംഗീതം നൽകിയത്. ജാദുനാഥ് ഭട്ടാചാര്യ ദേശ് രാഗത്തിലാണ്. ജാദുനാഥ് ഭട്ടാചാര്യ. ഓക്കെ അല്ലേ? 65 സെക്കൻഡ് സമയം വേണം. ഇത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് അരവിന്ദ ഘോഷാണ്. ഇത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് അരവിന്ദ ഘോഷാണ്. ഇത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് അരവിന്ദ ഘോഷാണ്. ഓക്കെ അല്ലേ? ഇത് കോൺഗ്രസിന്റെ ഒരു സമ്മേളനത്തിൽ ആദ്യമായിട്ട് ആലപിക്കുന്നത് 1896 സമ്മേളനത്തിലാണ്. റഹ്മത്തുള്ള സയാനി ആയിരുന്നു അതിലെ ആ അധ്യക്ഷൻ, INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അത് കൽക്കട്ടയിൽ വെച്ചിട്ടായിരുന്നു ആ സെഷൻ. 1896 കൽക്കട്ട സെഷനിൽ ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ആ ഗാനം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ഓക്കെ ആണോ? ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ ഉണ്ടാ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടാ? ബോറടിക്കുന്ന ഉറക്കം എന്നാ? മാതരം ആനന്ദമടം ഒറിജിനൽ ഏത് ലാംഗ്വേജിലാണ് എഴുതിയെന്ന് പറയോ? അതിലോട്ട് വരാം. ഇത് ബംഗാളിയും സംസ്കൃതവും കൂടെ മിക്സ് ചെയ്താണ് ഈ ഗാനം ഉള്ളത്. പക്ഷെ നമ്മുടെ PSC അവസാനത്തെ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ കൊടുത്തേക്കുന്നത് ഇത് ഏത് ഭാഷയിൽ എഴുതിയെന്ന് ചോദിച്ചത് കൊടുത്തേക്കുന്നത് ബംഗാളി ഭാഷയിൽ നിന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ ആണോ? സാർ ഇത് ആദ്യമായിട്ട് ആലപിച്ചത് ടാഗോർ അല്ലേ? ടാഗോർ 1896 കൽക്കട്ട സെഷൻ. ഓക്കെ 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 അല്ലേ? ഒന്നേന്ന് ഞാൻ പറയാം ഇത്രയും. കൽക്കട്ട സമ്മേളന അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ആരോ കൊച്ചിനെ കൊണ്ട് പറയാം. അവരോട് പഠിക്കുവാണ്. ശരി. വന്ദേ മാതരം ദേശീയ ഗാനം. ഓക്കെ അല്ലേ? വന്ദേ മാതരം വർഷം 1882. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശരാഗം ജാദുനാഥ് ഭട്ടാചാര്യ. 65 സെക്കൻഡ്. 1896 കൽക്കട്ട സെഷൻ. ആ സെഷനിലെ അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി. ടാഗോർ ആലപിച്ചു. ഇംഗ്ലീഷിലോട്ട് കേൾക്കാൻ പറ്റണില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാർ വേറെ ആൾക്കാരുടെ മൈക്ക് ഓൺ ആയതുകൊണ്ട് കേൾക്കുന്നില്ല. അവരോട് മ്യൂട്ട് ചെയ്യാൻ പറയും. മൈക്ക് ഓൺ ആണല്ലോ. നിങ്ങൾ ആരുടെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് റേഞ്ച് കുറവെങ്ങാനും ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല സാർ, ഇപ്പൊ മറ്റുള്ളവരെ മൈക്ക് ഓഫ് ആക്കാൻ പറഞ്ഞു. അടേ മൈക്ക് ഓഫ് ആക്കി വയ്ക്കി. ഡൗട്ട് ഉള്ളപ്പോൾ മാത്രം ഓണാക്കി ചോദിക്കും. ഓക്കെ അല്ലേ? റഹ്മത്തുള്ള സയാനി ആയിരുന്നു അധ്യക്ഷൻ. അധ്യക്ഷനായിരുന്നു ചോദിച്ച റഹ്മത്തുള്ള സയാനി. ഓക്കെ അല്ലേ? ഓക്കെ. ഗാനം ഓക്കെ ആണല്ലോ? സോറി, ഗീതം ഓക്കെ ആണല്ലോ? ദേശീയ ഗീതം ഓക്കെ ആണല്ലോ? വന്ദേ മാതരം. അടുത്തത് ദേശീയ ഗാനത്തിന്റെ കാര്യത്തിലോട്ട് പോയിക്കോട്ടാ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? സംഗീതം ആരാ ചിട്ടപ്പെടുത്തിയത്? ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയത് ജാദുനാഥ് ഭട്ടാചാര്യ ദേശരാഗത്തില്. ഓക്കെ അല്ലേ? ദേശീയ ഗീതം പറഞ്ഞു. ഇനി അടുത്ത ദേശീയ ഗാനത്തിലോട്ട് പോയിക്കോട്ടാ. ഓക്കെ സർ. ദേശീയ ഗാനം ഏതാടേ? ജനഗണമന. ഓക്കെ. വർഷം 1911 ഈ കൃതി എഴുതുന്നത്. ഭാരത ഭാഗ്യ വിധാത. ഭാരത ഭാഗ്യ വിധാത എന്ന പേരിലാണ് അദ്ദേഹം എഴുതുന്നത്. ഏത് പേരിലാണ് എഴുതുന്നത്? ഭാരത ഭാഗ്യ വിധാത.
അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ആവശ്യപ്രകാരം അദ്ദേഹം എഴുതുന്നത്. ഇത് ആദ്യമായിട്ട് ആലപിച്ചത് 1911 സെക്ഷനിൽ തന്നെയാണ്. കൽക്കട്ട സെക്ഷനിൽ ആലപിച്ചു. ഒരു ഡിസംബർ മാസം 27 ആലപിച്ചത് ഇദ്ദേഹത്തിന്റെ നീസായിട്ടുള്ള സരളാദേവി ചൗധുറാണി. ഓക്കെ, സരളാദേവി ചൗധുറാണി അവരാണ് ആലപിച്ചത്. ഓക്കെ അല്ലേ? സരളാദേവി ചൗധുറാണി ആലപിച്ച വർഷം 911 ഡിസംബർ മാസം 27 കൊൽക്കട്ട സെക്ഷൻ. ബി എൻ ദർ അധ്യക്ഷനായ സെക്ഷൻ ആയിരുന്നു. ബി എൻ ദർ ബനാറസ് സമ്മേളനത്തിലല്ലേ ബനാറസ് സമ്മേളനത്തിലല്ലേ സരളാദേവി ചൗധുറാണി ആലപിച്ചത്? അല്ല, ഫസ്റ്റ് ടൈം ഇതാണ് ആലപിക്കുന്നത്. അദ്ദേഹത്തിന്റെ നീസായ സരളാദേവി ചൗധുറാണി. അതെറ്റാണ്. ബനാറസ് 1911 ഡിസംബർ 27 ആദ്യമായിട്ട് ആലപിക്കുന്നത്. ഈ കൃതി എഴുതുന്നത് 911 ഭാരത ഭാഗ്യവിധാത എന്ന പേരിലാണ് എഴുതുന്നത്. അശുതോഷ് ചൗധരി എന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിന് ആവശ്യപ്രകാരമാണ് അദ്ദേഹം എഴുതുന്നത്. അശുതോഷ് ചൗധരി എന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ആവശ്യപ്രകാരമാണ് എഴുതുന്നത്. സരളാദേവി ചൗധരാനി അല്ലെങ്കിൽ ചൗധുരാനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നീസാണ് ഇത് ആദ്യമായി ആലപിക്കുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? ഇതിന് മ്യൂസിക് നൽകിയത് രാം സിംഗ് ടാക്കൂർ. ക്യാപ്റ്റൻ രാം സിംഗ് ടാക്കൂർ ആണ് ഇതിന് മ്യൂസിക് നൽകിയത്. ഇതിന്റെ അധ്യക്ഷന്റെ പേരൊന്നും കൂടെ പറയാം. അധ്യക്ഷൻ ബി എൻ ദർ. ഓക്കെ അല്ലേ? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ് ഇതിന് മ്യൂസിക് നൽകുന്നത്. ശങ്കരാഭരണമാണ് ഇതിന്റെ മ്യൂസിക് ശങ്കരാഭരണം. ഓക്കെ അല്ലേ? ഇത് കൃതി ഫസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 1912 തത്വബോധിനി എന്ന് പറയുന്ന പത്രത്തിലാണ് ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. 1912 തത്വബോധിനി എന്ന് പറയുന്ന പത്രികയിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിന്റെ ഇംഗ്ലീഷില് ടാഗോർ തന്നെ എഴുതി ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് അദ്ദേഹം എഴുതിയത്. ഇതിലുള്ളതും ഈ പാട്ടിൽ പറയുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ സ്ഥലമാണ് സിന്ധ്. ഇന്ത്യയിൽ ഇല്ലാത്തതുമായ സ്ഥലമാണ് സിന്ധ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു. ദേശീയഗാനം ജനഗണമന 1911 അദ്ദേഹം ഇത് തയ്യാറാക്കുന്നത്. ബംഗാളി ഭാഷയിൽ ഭാരത ഭാഗ്യവിധാത എന്ന തലക്കെട്ടോടുകൂടിയാണ് കൃതി എഴുതിയത്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ അശുതോഷ് ചൗധരിയുടെ ആവശ്യപ്രകാരമാണ് അദ്ദേഹം എഴുതുന്നത്. ബി എൻ ദർ അധ്യക്ഷനായ 911 സെഷൻ ഡിസംബർ 27 അദ്ദേഹത്തിന്റെ നീസായ സരളാദേവി ചൗധുരാണി ഇത് ആലപിച്ചു. മ്യൂസിക് നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. ഓക്കെ അല്ലേ? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. ഫസ്റ്റ് ഇത് പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി പത്രികയിലാണ്. ഇംഗ്ലീഷിലോട്ട് മൊഴി മാറ്റിയത് 1912 ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്തത്. ഇതിൽ പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്തതുമായ സ്ഥലമാണ് സിന്ധ്. ഇനി ഇത് പാടാൻ വേണ്ട സമയം 52 സെക്കൻഡ് ആണ്. ഇതിന്റെ ഏറ്റവും ചെറിയ വേർഷന് വേണ്ട സമയം 20 സെക്കൻഡ് ആണ്. 20 സെക്കൻഡ്. മിനിമം സമയം 52 സെക്കൻഡ്. ഓക്കെ ആണോടെ? ശ്രുതി, ഹർഷൻ, മൈ ക്രാഫ്റ്റ് MC, റൻഷി KV, വിനീത്, സന്തോഷ്, ലാസ്റ്റ് പറഞ്ഞത് നമ്മളെ മിനിമം പാടാൻ വേണ്ട മിനിമം സമയം 52 സെക്കൻഡ്, ഏറ്റവും കുറഞ്ഞ സമയം 20 സെക്കൻഡ്. സാറേ രാഗം ശങ്കരാഭരണം. രാഗം ശങ്കരാഭരണം. ഓക്കെ, രാഗം ശങ്കരാഭരണം. സർ അശുതോഷ് ചൗധരി അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. കൽക്കട്ട കോർട്ടിലെ ജഡ്ജായിരുന്നു എന്ന് പറയുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൽക്കട്ട കോർട്ടിലെ ജഡ്ജായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിരുന്നു. ഇതിന് 5 സ്റ്റാൻസസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? എഴുതിയ ആളുടെ പേര് ടാഗോർ.
ദേശീയ ഗാനം ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ. സർ രാഗം ഒന്നുകൂടെ പറയുമോ? എന്തോ രാഗം ഇത് എഴുതിയ രാഗം ഒന്നുകൂടെ പറയൂ. എഴുതിയ രാഗം ശങ്കരാഭരണം. പുള്ളിക്കാരൻ എഴുതിയ രാഗമല്ല, അതിന് മ്യൂസിക് കൊടുത്തത് ശങ്കരാഭരണത്തിലാണ്. ആ പാട്ടിന് പുള്ളിക്കാരൻ ഒരു രാഗം പുള്ളി ഒരു ഇതിൽ എഴുതി. ആ രാഗം കൊടുത്തത് അദ്ദേഹത്തിന്റെ മ്യൂസീഷ്യൻ ആയിരുന്ന ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂറാണ്. അദ്ദേഹം രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിൻ്റെതായ ഒരു ഭാവനയിൽ ഇത് എഴുതി. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലോട്ട് മൊഴി മാറ്റി. ഓക്കെ ആണേ? പത്രം ഏതാണ് കേട്ടില്ല. പബ്ലിഷ് ചെയ്ത തത്വബോധിനി പത്രിക. തത്വബോധിനി പത്രം എന്ന് എഴുതിയാലും കുഴപ്പമില്ല. തത്വബോധിനി പത്രിക. ഓക്കെ അല്ലേ? സർ ഇത് ലാംഗ്വേജ് ബംഗാളി അല്ലേ? ആ ലാംഗ്വേജ് ബംഗാളിയാണ്, പക്ഷെ നമ്മൾ പാടുന്നത് ഹിന്ദിയിലോട്ട് മൊഴി മാറ്റിയതാണ് പാടുന്നത്. ഓക്കെ അല്ലേ? എന്താ സാർ ഇപ്പൊ പറഞ്ഞേ? അത് കട്ടായി. ഇത് സോങ് ഈ കവിത എഴുതിയിരിക്കുന്ന അദ്ദേഹം ബംഗാളിയിലാണ്, പക്ഷെ നമ്മൾ ഇതിന്റെ മൊഴി മാറ്റി ഹിന്ദി വേർഷനാണ് നമ്മളൊക്കെ ആലപിക്കുന്നത്. ഓക്കെ ഓക്കെ ശരി. അടുത്തത് ദേശീയ മുദ്രയിലോട്ട് പൊയ്ക്കോട്ടെ ഞാൻ. ഇത് ഓക്കെയാണോ നിങ്ങൾക്ക്? ഇതുവരെ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണ്. വിഷ്ണു പി സാർ, ഈ തത്വബോധിനി എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണോ ഇറങ്ങിയത്? നമ്മള് മറ്റേ ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ മറ്റേ ബ്രഹ്മസമാജത്തിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ ഇതായിരുന്നു ഇത്. ഈ ടാഗോറിന്റെ വെസ്റ്റ് ബംഗാളിലാണ് ഇത്. അതാണ് തത്വബോധിനി പത്രിക. ഓക്കെ അല്ലേ? അവര് ആര്യ സമാജത്തിന്റെ ഒരു പ്രത്യേക വിഭാഗമാണ്, ആ പേര് എനിക്ക് കിട്ടണ്ട, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ അല്ലേ? ശരി. അടുത്ത ദേശീയ മുദ്രയിലോട്ട് പോവാണേ ഞാൻ. ദേശീയ മുദ്ര നമ്മൾ ആൾറെഡി പഠിച്ചു. സിംഹമുദ്ര സാരാനാഥിൽ നിന്ന് എടുത്തു. ഈ സിംഹമുദ്രയൊക്കെ ഇപ്പൊ സൂക്ഷിച്ചിരിക്കുന്നത് സാരാനാഥിലുള്ള ഇതിപ്പോ സൂക്ഷിച്ചിരിക്കുന്നത് സാരാനാഥിലെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ സാരാനാഥിലാണ് നമ്മുടെ ബുദ്ധൻ ആദ്യമായിട്ട് പ്രഭാഷണം നടത്തിയെന്ന് വിശ്വസിക്കുന്നു. ആ പേരിൽ അവിടെ അശോകൻ ഉണ്ടാക്കിയ ഒരു സ്തംഭമാണ് ഇത്. ഇതിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഇതിൽ നമ്മുടെ PSC വേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 3 സിംഹത്തിനെ കാണാൻ പറ്റൂ. മൊത്തം 4 സിംഹമുണ്ട്. ഓക്കെ അല്ലേ? അശോക സ്തംഭത്തിൽ എത്ര സിംഹം ഉണ്ടെന്ന് വെച്ചാൽ എത്ര സിംഹം ഉണ്ടേ? 4 സിംഹം. എത്ര സിംഹമാണ്? 4 സിംഹം ഉണ്ട്. പിന്നെ കാളയുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ട്. 5 സിംഹം അല്ലേ? ഇല്ല, 4 സിംഹം, കാള, ആന, കുതിര. കാണാൻ പറ്റാത്ത ഭാഗത്ത് സോറി ഈ പിന്നെ താഴെ ഭാഗത്ത് ഈ കാളയും ആനയൊക്കെ ഉള്ള ഭാഗത്ത് ഒരു സിംഹം ഉണ്ട് എന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇല്ല, PSC ഇങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയൊന്നും ഇല്ല. PSC ഒരു ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഏതൊക്കെ മൃഗങ്ങളുണ്ടെന്ന് ചോദിച്ചു. സിംഹം, ആന, കാള, കുതിര, ഇത് ഇത്രയും കൊടുത്തിട്ട് ഒരെണ്ണം കൂടെ കൊടുത്തിട്ട് ഏതാണ് ഇതിൽ ഇല്ലാത്തതെന്ന് ചോദിച്ചു. 5 സിംഹം അല്ല, 4 സിംഹമേ ഉള്ളൂ. ഓക്കെ അല്ലേ? 4 സിംഹമേ ഉള്ളൂ. 5 സിംഹം എവിടെയെങ്കിലും കണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇത്ര നാളായിട്ട് അറിഞ്ഞു വെച്ചേക്കുന്നത് 4 സിംഹം ഉണ്ടെന്നാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. 4 സിംഹം, കാള, ആന, കുതിര, ഇതാണ് ഇതിനകത്തുള്ളത്. കാള, ആന, കുതിര. കാണാൻ പറ്റാത്തത് ഒരു സിംഹത്തിനെയും ആനയെയും കാണാൻ പറ്റത്തില്ല. ഓക്കെ അല്ലേ? പിന്നെ താഴത്തെ ഈ ചക്രത്തിന്റെ ഭാഗത്ത് കാണപ്പെടുന്നതാണ് നമ്മുടെ കുതിരയും കാളയും. ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്രയും അദ്ദേഹത്തിന്റെ ഐഡിയോളജി, നമ്മുടെ ബുദ്ധന്റെ ഐഡിയോളജിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ടേക്കുന്നത്. അദ്ദേഹത്തിന്റെ 24 ലൈഫ് സ്റ്റൈൽ മെത്തേഡ്, ശരിയായ ജീവിത രീതി, ശരിയായ ആഹാരക്രമം, ഇങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? അതാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ തന്നെ കൊത്തിവെച്ചിട്ടുണ്ട് സത്യമേവ ജയതേ. ഇതാണ് ഇന്ത്യയുടെ മോട്ടോ. ഓക്കെ അല്ലേ? 4 സിംഹം, കാള, ആന, കുതിര. ബാക്കി എല്ലാ കഥയും നിങ്ങൾ മറന്നേക്കാം. ഇതിനകത്തുള്ളത് 4 സിംഹമാണ്. അതിൽ ഒരു ഡൗട്ടും എനിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. കാള, ആന, കുതിര. ഇതിൽ കാണാൻ പറ്റാത്ത ഭാഗത്ത് ഒരു സിംഹം തിരിഞ്ഞു നിൽക്കുന്നു. 3 എണ്ണത്തെ നമുക്ക് കാണാൻ പറ്റും. ഒരെണ്ണം മറുവശത്ത്, പിന്നെ ഒരു ആന മറുവശത്ത്, കാണാൻ പറ്റാത്ത ഭാഗത്ത്.
പിന്നെ കാളയും കുതിരയും. ഓക്കെ അല്ലേ? 4 ലൈൻസ് ആണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇത് ഇത്രയും ഓർമ്മിച്ചണം. മറ്റതൊക്കെ മറന്നുപോയാലും കുഴപ്പമില്ല. ഇതിനകത്ത് അടിയിൽ കൊത്തിവെച്ചിരിക്കുന്ന സത്യമേവ ജയതയാണ് നമ്മുടെ രാജ്യത്തിന്റെ മോട്ടോ. ഇന്ത്യയുടെ മോട്ടോയാണ് സത്യമേവ ജയത. അത് ഇതിന്റെ അടിയിൽ കൊത്തിവെച്ചിരിക്കുന്നത് നമ്മൾ എടുത്തതാണ്. അത് മുണ്ടകോപനിഷത്തിൽ നിന്നുള്ളതാണ് ആ വാക്യം. ഓക്കെ അല്ലേ? മുണ്ടകോപനിഷത്തിലുള്ളതാണ് ആ വാക്യം. ഓക്കെ അല്ലേ? സത്യമേവ ജയതേ മുണ്ടകോപനിഷത്തിന് എടുത്തതാണ്. ദേവനാഗരി ലിപിയിലാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അതായത് ഹിന്ദി എഴുതുന്ന ലെറ്റർ, ഹിന്ദി സംസ്കൃതം എഴുതുന്ന ലെറ്റർ ആണ് ദേവനാഗരി ലിപി. ഓക്കെ അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ആനിമൽസ്. ഓക്കെ അല്ലേ? 4 സിംഹം, പിന്നെ 3 പേര്, അപ്പം 7. മൊത്തം 7 മൃഗങ്ങൾ, 4 സിംഹം. ഓക്കെ അല്ലേ? അത് കൂടാണ്ട് കാള, ആന, കുതിര, അങ്ങനെ 7. ഓക്കെ ആണേ? അപ്പം സിംഹമുദ്രയുടെ ദേശീയമുദ്രയുടെ കാര്യം കഴിഞ്ഞു. അപ്പൊ ഇനി എനിക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ദേശീയ ഗാനം അംഗീകരിച്ച വർഷം 1947 ഓഗസ്റ്റ് ജനുവരി 1950 ജനുവരി 24. 1950 ജനുവരി 24. ദേശീയ ഗീതം സെയിം ഡേ. ദേശീയ ഗീതം 1950 ജനുവരി 26. ഓക്കെ. ഫ്ലാഗ് കോഡ് നിലവിലുള്ള വർഷം 2002 ജനുവരി 26. സിംഹമുദ്ര അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് 1950 ജനുവരി 26. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓർമ്മയില്ലേ? ബോറടിക്കുന്ന ഇവിടെ ഉണ്ടാ? നിങ്ങൾ ബോറടി വല്ലതും ഉണ്ടാ? എല്ലാവരും എന്നോട് ബോറടി ഉണ്ട്. ആരാണ് പ്രത്യേകം? ആർക്കെങ്കിലും ബോറുണ്ടോ? ഇല്ല സർ. ഇല്ല. ശരി, ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞാൽ ഈ സെഷനിൽ നമ്മുടെ കലണ്ടർ, ദേശീയ കലണ്ടർ നമ്മൾ ഏത് വർഷമായിരുന്നു പറഞ്ഞേ? 1957 മാർച്ച് 22 പഠിപ്പിച്ചത്. ഓക്കെ അല്ലേ? ഈ കലണ്ടർ AD 78 തുടങ്ങുന്നത്. AD 78 ഈ തുടങ്ങുന്നത്. ഇത് തുടങ്ങിയത് കുശാന വംശത്തിലെ രാജാവായിരുന്ന കനിഷ്കനാണ്. ഓക്കെ അല്ലേ? കുശാന വംശത്തിലെ രാജാവായിരുന്ന കനിഷ്കനാണ് എന്ത് ചെയ്തത്? ഈ കലണ്ടർ നമ്മുടെ ഇന്ത്യയിൽ അവതരിപ്പിച്ച രാജാവ്. കുശാന വംശത്തിൽപ്പെട്ട രാജാവായ കനിഷ്കൻ 1957 മാർച്ച് 22 ഇന്ത്യ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ? AD 78 അദ്ദേഹം ഇത് തുടങ്ങിയത്. ഓക്കെ ആണോ? കുശാന വംശത്തിൽപ്പെട്ട രാജാവായിരുന്ന കനിഷ്കന്റെ കലണ്ടർ ആയിരുന്നു നമ്മുടെ ഈ ശകവർഷം. ഓക്കെ അല്ലേ? ഇത് AD 78 എന്ന് പറഞ്ഞ വർഷത്തിലാണ് ഈ കലണ്ടർ തുടങ്ങുന്നത്. ആദ്യത്തെ ദിവസം, ആദ്യത്തെ മാസം തുടങ്ങുന്നത് AD 78. ഏത് വംശത്തിലാ? AD 78. AD 78 തുടങ്ങുന്നത്. നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ഇന്ത്യ തീരുമാനിച്ചത് 57 മാർച്ച് 22 ഇന്ത്യ സെലക്ട് ചെയ്തത്. പറഞ്ഞോളൂ. വിശാല അതൊന്ന് പറയാമോ? കേട്ടില്ലേ? ഏതാണ് വിശാല? അത് ഫുള്ള് മനസ്സിലായില്ല. വിശാല വംശോ? കുശാന വംശം. കുശാന വംശം. ഓക്കെ അല്ലേ? കുശാന വംശം. ഓക്കെ അല്ലേ? ശരി, ഇനി അത് തീർന്നു. എനിക്ക് വേണ്ടത് പതാക, അതുപോലെ തന്നെ ദേശീയ ഗീതം, ദേശീയ ഗാനം, ദേശീയ മുദ്ര, ദേശീയ കലണ്ടർ. ഇത് ഇത്രയും പറഞ്ഞ പോയിന്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ദേശീയ കലണ്ടർ ഇന്ത്യ സെലക്ട് ചെയ്ത വർഷം ഏതാണ്? ദേശീയ കലണ്ടർ ഇന്ത്യ സെലക്ട് ചെയ്ത വർഷം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നു. ഏതാ? 1957 മാർച്ച് 22. 1957 മാർച്ച് 22. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഞാൻ കടുവ വന്ന വർഷം പറഞ്ഞായിരുന്നു. 1972. സിംഹമുദ്ര അഡോപ്റ്റ് ചെയ്ത വർഷം പറഞ്ഞായിരുന്നു. 1972. ഓക്കെ, ശരി. ഇനി നമ്മള് നേരെ ആമുഖത്തിലോട്ട് പോവാണ്. ആമുഖത്തിൽ പോയിക്കോട്ടെ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ.
നിങ്ങൾ ഒരു ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്നു. അതാ ഞാൻ ആക്റ്റീവ് അല്ലാത്തതാണ്. സാർ ദേശീയമുദ്ര പറഞ്ഞ സമയത്ത് ബുദ്ധന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, സാരാനാഥ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊന്നും കൂടെ പറഞ്ഞു. അത് ബുദ്ധന് സാരാനാഥിലാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായതിനു ശേഷം ആദ്യം പ്രഭാഷണം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ഓർമ്മയ്ക്ക് ഈ അശോക സ്തംഭം അവിടെ സ്ഥാപിച്ചത് അശോക ചക്രവർത്തിയാണ്. ആ ഒരു ഓർമ്മയിലാണ് അവിടെ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണ്. ഇതിപ്പം സാരാനാഥില മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ ആണോ? സോറി, സാരാനാഥ് മധ്യപ്രദേശിലല്ലേ, ബീഹാറിലല്ലേ സാർ? ബോധിഗയല്ല, സാരാനാഥിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ബോധഗയയിലല്ലേ പുള്ളിക്ക് എൻലൈറ്റ്മെന്റ് കിട്ടിയത്? അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ്, അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത് ബോധിഗയയിലാണ്. പക്ഷെ അദ്ദേഹം ആദ്യമായിട്ട് പ്രഭാഷണം നടത്തുന്നത് സാരാനാഥിലാണെന്ന് പറയപ്പെടുന്നു, ഉത്തർപ്രദേശിലാണ്. ഓക്കെ അല്ലേ? അദ്ദേഹത്തിന് അവിടെ വെച്ച് സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി. പിന്നെ അദ്ദേഹം അവിടെ നടന്നു ഇവിടെ വന്ന് പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. അന്ന് UP ആണ് ഏറ്റവും കിടിലമായിരുന്ന പ്രദേശം, എല്ലാ തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നിരിക്കണം. ഓക്കെ അല്ലേ? ശരി. നാഷണൽ സോങ് ഫസ്റ്റ് പാടിയ പ്ലേസ് ഇവിടെ കൽക്കട്ടയിൽ വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ? സാരാനാഥിലെ ഡീർ പാർക്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ മെസ്സേജ് ഇട്ടേക്കുന്നത്. കറക്റ്റ് ആണ്, ഫെലിക്സ് ആണ് ഇട്ടേക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ അല്ലേ? ശരി, ഞാൻ ആമുഖത്തിലോട്ട് പൊയ്ക്കോട്ടെ. ഉണ്ടാവണേ, എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവും, അവസാനം വരെ ഉണ്ടാവണേ. തുടങ്ങാം. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഞാൻ നേരെ പൊയ്ക്കോട്ടെ. സാർ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ദേശീയ ഗാനം കൊൽക്കത്ത സെഷനില് 1911 എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഡേറ്റ്? 911 ഡിസംബർ മാസം 27 ആലപിച്ചത്. ഡിസംബർ 27. ഓക്കെ ആണോ? ശരി, ആമുഖം. ഓക്കെ അല്ലേ? ആമുഖം നമ്മള് കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. ഓക്കെ അല്ലേ? അപ്പോഴെനിക്ക് നിങ്ങളുമായിട്ട് 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ആമുഖം ആരുടെ ലക്ഷ്യപ്രമേയമാണ്? ആരവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ്? നെഹ്റു. ഓക്കെ, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഡേറ്റ് പറഞ്ഞേ. ലക്ഷ്യപ്രമേയം ഡിസംബർ 13. ഡിസംബർ 13. ഓക്കെ, അത് അംഗീകരിച്ച ഡേറ്റ് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ജനുവരി 22. ജനുവരി 22 അല്ലേ? ജനുവരി 22 അല്ലേ? 22. ഓക്കെ അല്ലേ? ജനുവരി 22. ഓക്കെ. അപ്പം ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരുടെ? ജവഹർലാൽ നെഹ്റു. ഓക്കെ അല്ലേ? ആമുഖം നമ്മൾ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്, USA നിന്നാണ്. ആമുഖത്തിന്റെ ശില്പി നെഹ്റു ആണ്. ആമുഖം നമ്മൾ കടം കൊണ്ടത് എവിടെ നിന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ശരി. അമേരിക്കയിൽ നിന്ന് നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ കടം കൊണ്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയിൽ നിന്ന് കടം കൊണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? മൗലിക അവകാശം, ജുഡീഷ്യൽ റിവ്യൂ, സുപ്രീം കോർട്ട്, സെപ്പറേഷൻ. ഓക്കെ, കറക്റ്റ്. ഞാൻ പറയാം, ശരിയാണ്, എല്ലാം ശരിയാണ്. എല്ലാവരും പറഞ്ഞു, ഒരുപാട് പേര് പറഞ്ഞു, നിങ്ങൾ എക്സ്പെർട്ട് ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പം ആദ്യം ഞാൻ പറയാം, നമുക്ക് ലിഖിത ഭരണഘടന എന്ന് പറഞ്ഞ ആശയം നമ്മൾ ആദ്യം എടുത്തത് അമേരിക്കയിൽ നിന്നാണ്. കാരണം ഒരുപാട് രാജ്യങ്ങൾക്ക് ലിഖിത ഭരണഘടന ഉണ്ടായിരുന്നു, പക്ഷെ ആദ്യം കൊണ്ടുവന്ന ഇവരാണ്. അപ്പൊ ചോദിക്കുമ്പോൾ നമുക്ക് അതേ പറയാൻ പറ്റും, ലിഖിത ഭരണഘടന എന്ന ആശയം നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ നിന്ന് കിട്ടി. രണ്ടാമത് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ഏതാണ്? ആമുഖം. രണ്ടാമത്തെ പോയിന്റ് ആമുഖം. ഓക്കെ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് ആമുഖം. ഓക്കെ അല്ലേ? മൂന്നാമത്തത് മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ അല്ലേ? മൂന്നാമത്തത് മൗലിക അവകാശങ്ങൾ. ഓക്കെ അല്ലേ? ജുഡീഷ്യൽ റിവ്യൂ. ഇംപീച്ച്മെന്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, രാജ്യസഭ.
ഒന്നുകൂടെ ആമുഖം, ലിഖിത ഭരണഘടന, മൗലിക അവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോർട്ട്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, രാജ്യസഭ. ആമുഖം, ലിഖിത ഭരണഘടന, മൗലിക അവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോർട്ട്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, രാജ്യസഭ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? മൗലിക അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ രാജ്യസഭ എന്ന ആശയം കടമെടുത്തത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനകത്തുള്ള തെരഞ്ഞെടുപ്പ് രീതികൾ അങ്ങനെയുള്ള കണക്കൊക്കെ വേറെ രാജ്യങ്ങളാണ്. അത് നമ്മൾ പറയും ആ സെക്ഷനിലോട്ട് വരുമ്പോൾ. കേട്ടോ? ഓക്കെ അല്ലേ? രാജ്യസഭ എവിടെ നിന്ന് ചോദിച്ചാൽ, രാജ്യസഭ എന്ന് മാത്രം എവിടെ നിന്ന് ചോദിച്ചാൽ അത് അമേരിക്കയും. അല്ല, അംഗങ്ങളുടെ കാര്യങ്ങൾ, അത് നോമിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേറെ വേറെയാണ്. ഓക്കെ അല്ലേ? അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. ഇതിപ്പോ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ശരി ശരി. അടുത്തത് മൗലിക അവകാശങ്ങളെ കുറിച്ച് ഓരോരുത്തരും ഓരോന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതും നിങ്ങൾക്ക് അറിയാം. അത് ഞാൻ പറയട്ടെ, ഏതൊക്കെയാണ് വിശേഷിപ്പിച്ചത് പറയട്ടെ. ഓക്കെ. ആമുഖത്തില് വിശേഷിപ്പിച്ചേക്കുന്നത് ആദ്യം ഹൃദയം എന്ന് പറഞ്ഞത് വെറും ഇന്ത്യയുടെ ഹൃദയമാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. കീ നോട്ട് എന്ന് 2 പേര് പറഞ്ഞിട്ടുണ്ട്, ഏണസ്റ്റ് ബാർക്കറും ജവഹർലാൽ നെഹ്റു. താക്കോൽ, ഭരണഘടനയുടെ താക്കോൽ അഥവാ കീ നോട്ട് എന്ന് ഏണസ്റ്റ് ബാർക്കറും പറഞ്ഞു, ജവഹർലാൽ നെഹ്റുവും പറഞ്ഞു. ഹൃദയം എന്ന് മാത്രം പറഞ്ഞു ജവഹർലാൽ നെഹ്റു. ഹൃദയവും ആത്മാവും എന്ന് അഭിപ്രായപ്പെട്ടത് താക്കൂർ ദാസ് ഭാർഗവ്. ഓക്കെ അല്ലേ? താക്കൂർ ദാസ് ഭാർഗവാണ് ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത്. തിരിച്ചറിയൽ കാർഡ്, ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞത് പൽക്കി വാല. ഓക്കെ അല്ലേ? രാഷ്ട്രീയ ജാതകം, പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ്, KM മുൻഷി. ഓക്കെ അല്ലേ? പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് KM മുൻഷി. രാഷ്ട്രീയ ജാതകം KM മുൻഷി. കീ നോട്ട്, താക്കോൽ എന്ന് പറഞ്ഞത് 2 പേര്, ഏണസ്റ്റ് ബാർക്കറും ജവഹർലാൽ നെഹ്റു. ഹൃദയം എന്ന് മാത്രം പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് താക്കൂർ ദാസ് ഭാർഗവ്. തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് പൽക്കിവാല, NA പൽക്കിവാല. ഓക്കെ ആണോ? കീ നോട്ട് അതായത് താക്കോൽ, ഭരണഘടനയുടെ താക്കോൽ എന്ന്, അല്ല ഭരണഘടനയുടെ താക്കോലാണ് എന്ന് നമ്മുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് നമ്മുടെ ഇവര് 2 പേരും. അതായത് ഏണസ്റ്റ് ബാർക്കറും പിന്നെ നമ്മുടെ നെഹ്റു. ഓക്കെ അല്ലേ? ഏണസ്റ്റ് ബാർക്കറും നെഹ്റു. ഓക്കെ അല്ലേ? ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞത് ആരാണ്? NA പൽക്കിവാല. ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് താക്കൂർ ദാസ് ഭാർഗവ്. ID കാർഡ് പൽക്കിവാല. ആത്മാവെന്ന് മാത്രം പറഞ്ഞത് നെഹ്റു. ഹിദായത്തുള്ള നെഹ്റു. PSC ആൻസർ നെഹ്റു. ഓക്കെ അല്ലേ? ഹിദായത്തുള്ള അല്ല, ഹൃദയം എന്ന് പറഞ്ഞല്ലേ നെഹ്റു? എന്തോ ഹൃദയം എന്ന് പറഞ്ഞല്ലേ നെഹ്റു? ഹൃദയം എന്ന് പറഞ്ഞത് നെഹ്റു പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞ? ആത്മാവെന്ന് പറഞ്ഞു. ആത്മാവെന്ന് മാത്രം പറഞ്ഞു. അല്ല, ഞാൻ ആത്മാവെന്ന് ചോദിച്ചു. ആത്മാവ് ഹിദായത്തുള്ള ഞാൻ എന്തിനാ പറഞ്ഞേ? സാറ് ഹൃദയം ജവഹർലാൽ നെഹ്റു ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഹൃദയം ആത്മാവും കീനോട്ടില് പറഞ്ഞത്. ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഹൃദയവും ആത്മാവും. ഓക്കെ അല്ലേ? ഭരണഘടനയുടെ ആത്മാവെന്ന്, ഹൃദയമല്ല സോറി, ആത്മാവെന്ന് മാത്രം പറഞ്ഞതാണ് നെഹ്റു. ഓക്കെ അല്ലേ? ആത്മാവെന്ന് മാത്രം പറഞ്ഞതാണ് നെഹ്റു. ഹൃദയവും ആത്മാവും കേട്ടില്ല. ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയിലേക്കുള്ള താക്കോൽ എന്ന് വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റു അല്ലേ? അവിടെയാണ് അതെ, ആത്മാവ് താക്കോൽ എന്ന് വിശേഷിപ്പിച്ചതാണ് നെഹ്റു.
ഞാൻ ഹൃദയം എന്ന് പറഞ്ഞ നേരത്തെ ഹൃദയം എന്ന് പറഞ്ഞിരുന്നു. പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ്, രാഷ്ട്രീയ ജാതകം KM മുൻഷി. ഓക്കെ അല്ലേ? പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് KM മുൻഷി. അതൊക്കെയാണോ? അടുത്തത് താക്കോൽ, ഭരണഘടനയുടെ താക്കോൽ എന്ന് അഥവാ കീ നോട്ട് എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ, അഥവാ ബാർക്കറും പറഞ്ഞു, നെഹ്റുവും പറഞ്ഞു. ഏണസ്റ്റ് ബാർക്കറും പറഞ്ഞു, നെഹ്റുവും പറഞ്ഞു. വന്നത് എന്തോ? അതാണ് ഒരു സംശയം വന്നത്. രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് താക്കോലെന്ന്. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ ആത്മാവെന്ന് പറഞ്ഞത്, ആത്മാവെന്ന് മാത്രം പറഞ്ഞത് നെഹ്റു. ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞത് ഭരണഘടനയുടെ ആത്മാവാണെന്ന് മാത്രം പറഞ്ഞത് നെഹ്റു. തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് NA പൽക്കിവാല. താക്കൂർ ദാസ് ഭാഗവതാണ് പറഞ്ഞത് ഹൃദയവും ആത്മാവും. ഓക്കെ അല്ലേ? ഡൗട്ട് ക്ലിയർ ആയ? ഡൗട്ട് ക്ലിയർ ആയ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അടുത്ത പറഞ്ഞോട്ടെ ഞാൻ. ഓക്കെ അല്ലേ? പറയട്ടോ? ഓക്കെ. ഭരണഘടന ആമുഖത്തിൽ പറയുന്നത് നമ്മൾ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്നാണ് പറയുന്നത്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ആമുഖത്തിൽ ഇന്ത്യയെ കുറിച്ച് പറയുന്നത്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ഭരണഘടനയിൽ ആമുഖത്തിൽ പറയുന്നത്, ഇന്ത്യയെ കുറിച്ച് പറയുന്നത്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ശരി, അടുത്തതിലോട്ട് പോവാണേ. ഭരണഘടന ഒരു തവണ നമ്മളെ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അത് 1976 42ാം ഭേദഗതിയാണ്. 1976 42ാം ഭേദഗതി അനുസരിച്ച് ഒരു തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. 1976 42ാം ഭേദഗതി. ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. 3 വാക്ക് അഡീഷണൽ ആയിട്ട് ചേർത്തു. മതേതരത്വം, സോഷ്യലിസ്റ്റ്, അഖണ്ഡത. മതേതരത്വം, സോഷ്യലിസ്റ്റ്, അഖണ്ഡത എന്നിങ്ങനെ 3 വാക്ക് ചേർത്തു. മതേതരം, സോഷ്യലിസ്റ്റ്, അഖണ്ഡത. മതേതരം, സോഷ്യലിസ്റ്റ്, അഖണ്ഡത. ഓക്കെ ആണോ? ഇവിടെ ഉണ്ടാടേ നിങ്ങള് പറയടേ. 1976 42ാം ഭേദഗതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? 3 വാക്ക് ചേർത്തു. സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഖണ്ഡത. അവിഭാജ്യത എന്ന് പറഞ്ഞാലും അഖണ്ഡത എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. എന്റെ അർത്ഥം അങ്ങനെയാണ്. അങ്ങനെയല്ലേ? വ്യത്യാസം ഉണ്ടാ? അങ്ങനെ തന്നെ. അവിഭാജ്യത, അഖണ്ഡത തന്നെയാണ് പറയുന്നത്. ഇന്റഗ്രിറ്റി. ഓക്കെ അല്ലേ? ഇന്റഗ്രിറ്റി. ഓക്കെ ആണേ? ഓക്കെ ആണോ? ഭേദഗതിയാണോ സാറേ? ഇത് ഒരു ആമുഖം ഒരു തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അത് 1976 ഓക്കെ അല്ലേ? പ്രിയാമ്പിള് ഒരു തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. 1976 ഓക്കെ അല്ലേ? അത് കറക്റ്റ് ആ വേർഡ് ഏതെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡുകൾ ഇതാണ്. ഒരു സെക്കൻഡ്. സോഷ്യലിസ്റ്റ്. ഓക്കെ അല്ലേ? കറക്റ്റ് ആയിട്ട് ആരോ പറയുന്നുണ്ട്. പറ 42 സെക്യുലർ ഇന്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്. അതെ, പറഞ്ഞോ. സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. പറഞ്ഞോ. സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. അയാളൊന്നും പറ.
സോഷ്യലിസ്റ്റ് സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി സോഷ്യലിസ്റ്റ് ഇന്റഗ്രിറ്റി വാക്കിന്റെ അർത്ഥം അഖണ്ഡതയാണ് അല്ലെങ്കിൽ അഭിവാജ്യതയാണ്. ഓക്കെ ആണോ? സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി. ഓക്കെ ആണോടെ? ശരി. പാർട്ട് 4A എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം വന്നു. 2 ഭാഗങ്ങൾ വന്നു. അതിൽ ഒരു ഭാഗമാണ് പാർട്ട് 4A. പാർട്ട് 4A അതിനകത്ത് 51A എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിളും വന്നു. പാർട്ട് 4A എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വന്നു. 51A എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിളും വന്നു. ഓക്കെ ആണോ? അതിന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. അതിനകത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ പാർട്ട് 14A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആഡ് ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആഡ് ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആഡ് ചെയ്തു. സാർ ആ പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞു സാറേ, ലാസ്റ്റ് പറഞ്ഞു. പാർട്ട് 14A ആഡ് ചെയ്തു. അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നതാണ്. എന്നിട്ട് പാർലമെന്റിന്റെ കാലാവധി, ലോക്സഭയുടെ കാലാവധി 5 നിന്ന് 6 വർഷത്തിലേക്ക് നീക്കി. 5 നിന്ന് 6 വർഷത്തേക്ക് നീട്ടി. 5 നിന്ന് 6 വർഷത്തേക്ക് നീട്ടി. 5 നിന്ന് 6 വർഷത്തിലേക്ക് നീട്ടി. ഓക്കെ അല്ലേ? പാർട്ട് 14A ഭാഗത്താണോ? പാർട്ട് 14A അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഈ ഇതിനകത്താണ് ഭേദഗതി വന്നത്. ഓക്കെ അല്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഓക്കെ ആണോ? ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അതിലാണോ ഈ പാർലമെന്റിന്റെ കാലാവധി 5 വർഷം അല്ല, നമ്മുടെ ഇന്ദിരാഗാന്ധി ഈ ഭേദഗതിയിലൂടെ അവര് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചായിരുന്നു. അവർ ഈ ഭേദഗതിയിലൂടെ ലോക്സഭയുടെ കാലാവധി 5 നിന്ന് 6 കൂട്ടി. തൊട്ടടുത്ത് വന്ന നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, എന്താ മറ്റേ ഇതൊക്കെ കുടിക്കുന്ന മൊറാർജി ദേശായി. ഈ മൊറാർജി ദേശായി ഇത് മാറ്റി. ഈ 5 വർഷം 5 നിന്ന് 6 മാറ്റി തിരിച്ച് 5 തന്നെ ആക്കി. ഓക്കെ അല്ലേ? അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി ഭേദഗതികൾ പഠിക്കുമ്പോൾ നമ്മൾ പറയും. ഇത് ആമുഖത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ആമുഖം 1976 42ാം ഭേദഗതി പ്രകാരം ചേഞ്ച് ചെയ്തു. ഓക്കെ അല്ലേ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ ഭേദഗതി അറിയപ്പെടുന്നത്. 3 വാക്ക് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി ആഡ് ചെയ്തു. പാർട്ട് 14A വന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഓക്കെ. പാർട്ട് 4A വന്നു, ആർട്ടിക്കിൾ 51A വന്നു, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വന്നു, അതിൽ ആഡ് ചെയ്തു. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ലോക്സഭയുടെ കാലാവധി 5 നിന്ന് 6 വർഷത്തിലേക്ക് നീട്ടി. ഓക്കെ അല്ലേ? ഇത്രയാണ് ഞാൻ ആ ഭേദഗതിയിൽ പറഞ്ഞത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോടെ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു തിയറി നവംബർ മാസം 26 1949. നവംബർ മാസം 26 1949. നവംബർ മാസം 28 ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു തീയതി നവംബർ മാസം 26 1949. നവംബർ 26 1949. ആമുഖത്തിൽ അല്ലെങ്കിൽ ഭരണഘടനയിൽ രേഖപ്പെടുത്തിക്കുന്ന ഒരേ ഒരു ഡേറ്റ് നവംബർ മാസം. ഇത് മാത്രമാണുള്ളത് ആമുഖത്തിൽ മാത്രമേ 1940. ആമുഖത്തിൽ ഈ ഡേറ്റ് ഉണ്ട്. ആമുഖത്തിൽ ഈ ഒരു ഡേറ്റ് മാത്രമേ ഉള്ളൂ. നവംബർ മാസം 26 1949. ഓക്കെ ആണോ? ആമുഖത്തിലുള്ള ഒരേ ഒരു ഡേറ്റ് നവംബർ മാസം 26 1949. നവംബർ മാസം 26 1949. ഓക്കെ അല്ലേ? നെച്ചൂസ് വേൾഡ് ചോദിക്കും. അതിനുള്ള നെറ്റൊന്നുമില്ല. നെച്ചൂസ് എന്താണ് ഇവിടെയാണോ പറയുന്നത്? അവിടെ കുഞ്ഞിന്റെ കൂടെയാണോ പറയുന്നത്? ഓക്കെ, ഞാൻ അടുത്തതിലൂടെ പോയിക്കോട്ടോ. ഒരു പ്രശസ്തമായ കേസുണ്ട്. ഭരണഘടന
ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഭാഗമാണെന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസിലാണ്. വർഷം 1973. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞത് 1973 സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിലാണ്. കേശവാനന്ദ ഭാരതി കേസ് കേരള ഗവൺമെന്റും കേശവാനന്ദ ഭാരതിയും തമ്മിലായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇയർ ഒന്ന് പറയോ? 1900 പറയുന്നത് അത് 1973 പറയുന്നത്. കേശവാനന്ദ ഭാരതിയും കേരള സർക്കാരും തമ്മിലായിരുന്നു. ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടൊരു കേസായിരുന്നു. അത് ഈ കേശവാനന്ദ ഭാരതി ഈ വർഷം 2020 മരിച്ചുപോയി. പക്ഷെ അത് മരിച്ച ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ അല്ലെ? 1973 കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതിയും കേരള ഗവൺമെന്റ് തമ്മിലായിരുന്നു ആ കേസ് നടന്നത്. അത് നമ്മുടെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഇതായിരുന്നു. അദ്ദേഹം കാസർഗോഡുകാരനായിരുന്നു. അദ്ദേഹം ഈ 2020 മരിച്ചത്. വർഷം ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. അതിൽ പറഞ്ഞേക്കണം ഇത്രയേ ഉള്ളൂ. കേശവാനന്ദ ഭാരതിയുടെ കേസിലെ വിധി ഇങ്ങനെയായിരുന്നു. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്. അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് ആർട്ടിക്കിൾ 368 പ്രകാരം അതിൽ ഭേദഗതി വരുത്താം. ആർട്ടിക്കിൾ 368 പ്രകാരം അതിൽ ഭേദഗതി വരുത്താം. കേശവാനന്ദ ഭാരതി കേസ് വർഷം 1973. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്. അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖത്തിൽ ഭേദഗതി വരുത്താം. ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖത്തിൽ ഭേദഗതി വരുത്താം. ആമുഖത്തിൽ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്താം. ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖത്തിൽ ഭേദഗതി വരുത്താം. ഓക്കെ അല്ലേ? ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന ഘടനയാണ്, അവിഭാജ്യ ഘടകമാണെന്നും പറഞ്ഞു. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്, അടിസ്ഥാന ഘടനയാണ്. അത് നിലനിർത്തിക്കൊണ്ട് ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി ആവാം എന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 368 പ്രകാരം. ഓക്കെ അല്ലേ? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്, അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി വരുത്താം എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ഓക്കെ ആണോ? ആമുഖത്തിൽ എന്തെങ്കിലും കാര്യം ഞാൻ പറയണോ? ആമുഖമായി ബന്ധപ്പെട്ട കേസിൽ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ആമുഖം ചോദിച്ചോളൂ. ആതിര നായർ. സാർ ഇവിടെ റേഞ്ച് ഇല്ലാത്തോണ്ടല്ലോ സാർ. പാർട്ട് പറഞ്ഞ എനിക്ക് എത്ര ക്ലിയർ ആയില്ല. അവസാനം ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നാൽ മതി. 42ാമത്തെ ഭേദഗതി കഴിഞ്ഞിട്ടേ കുറച്ച് പാർട്ട് പറഞ്ഞില്ലായിരുന്നോ? അത് ക്ലിയർ ആയില്ലായിരുന്നേ. പാർട്ട് 4A എന്നൊരു പാർട്ട് പുതിയതായിട്ട് ആഡ് ചെയ്തു. അതിനകത്ത് ഒരു വകുപ്പ് ഉൾപ്പെടുത്തി, ആർട്ടിക്കിൾ ഉൾപ്പെടുത്തി 51A. ഇത് പ്രകാരം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തി. ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. പാർട്ട് 14A എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗവും കൂടെ ഉൾപ്പെടുത്തി. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പാർലമെന്റിന്റെ ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. അടിയന്തരാവസ്ഥ സമയത്തായിരുന്നു. പാർലമെന്റിന്റെ കാലാവധി അവർ 5 നിന്ന് 6 മാറ്റി. തൊട്ടടുത്ത പ്രധാനമന്ത്രിയായ മൊറാർജി ദേശായി വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? നമ്മൾ ഇതില് തിരിച്ച് 5 തന്നെ കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ സാർ? അപ്പം ഈ പാർട്ട് 4A-ലാണ് 51A ഭേദഗതി, അങ്ങനെയാണോ? പാർട്ട് 4A എന്ന് പറഞ്ഞ് ഒരു ഭാഗം കൊണ്ടുപോകും. അതിന്റെ 51 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. പുതിയൊരു ആർട്ടിക്കിൾ കൊണ്ടുപോകും. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ആഡ് ചെയ്തു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ പറയും. ശരി, ആമുഖം കഴിഞ്ഞു. ഓക്കെ അല്ലേ? ആമുഖത്തിൽ എന്തെങ്കിലും സാധനം ഞാൻ വിട്ടുപോയാ, എന്നേക്കാൾ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്നുണ്ട്, എന്തെങ്കിലും സാധനം വിട്ടുപോയാ ഞാൻ മെസ്സേജ് ഒന്നും ഇടയ്ക്ക് കണ്ടിട്ടില്ല. മുഹമ്മദ് നുസൈഫ്, ഭവീന ബി രത്നം, ശ്രുതി ഹർഷൻ, ലക്ഷ്യ രാജ്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ബോറടിക്കുക. 2 പേര് ചോദിക്കുന്നു. അതായത് ആദ്യം സോദി പറ. സോദിയാണ് ആദ്യം അനക്കിയത്. സോദി പറ. സാർ, കേശവാനന്ദ ഭാരതി കേസ് ഒന്നും കൂടെ ഒന്ന് പറയൂ. 1973 കേരള സർക്കാരും നമ്മുടെ കേശവാനന്ദ ഭാരതി തമ്മിലായിരുന്നു. ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു. ഈ കേസിലെ സുപ്രീം കോടതി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ:
നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകമാണ് ഏത് ആമുഖം. ഈ ആമുഖം അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താതെ ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി വരുത്താം. ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി വരുത്താം എന്ന് അഭിപ്രായപ്പെട്ടു. ഓക്കെ അല്ലേ? അവിഭാജ്യ ഘടകമാണെന്നും പറഞ്ഞു. ഇനി നീത രാജേഷ് പറ. ഒരു കേസും കൂടെ ഇല്ലേ ഭരണഘടന ഈ സെയിം സാധനം വരുന്ന ഒരു നമ്മുടെ LIC കേസുണ്ട്. പിന്നെ 905 ബെരുബാരി കേസുണ്ട്. അത് പറഞ്ഞത് ഇത് നമ്മുടെ ഭാഗവത്തെന്ന് പറഞ്ഞത് ഏതാണ്? ഭരണഘടന അവിഭാജ്യ ഘടകം, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പറഞ്ഞു. ബേരുബാരി കേസ് അത് വർഷം 960. ബേരുബാരി കേസ് വർഷം 960. ബംഗാളിലെ കുറച്ച് ഗ്രാമവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. ബേരുബാരി കേസ് വർഷം 960. 61 60. ഓക്കെ അല്ലേ? 960. ആരോ ഒരാള് ഫെലിക്സ് ഇട്ട് 960 ഗോലക്നാഥ് വേസ്റ്റ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് തൊട്ട് തുടങ്ങും. ലാസ്റ്റ് മിനർവ മിൽ ഗേറ്റ്സ് കേസ് വരെ ഉണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്, അത് കറക്റ്റ് ആണ്. പക്ഷെ PSCയുടേത് കേശവാനന്ദ ഭാരതി കേസ് 973. ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പറഞ്ഞ കേസ് 960 ബറൂബാരി കേസാണ്. അത് ബംഗാളിലേതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആമുഖം ഏത് ലാംഗ്വേജിലാണ് എഴുതിയത്? ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ്. അതിന്റെ ഹിന്ദി പതിപ്പ് കൈയെഴുത്ത് പ്രതി എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹലോ, സൗണ്ട് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? നീത രാജേഷ് ഒക്കെ സൗണ്ട് ഓക്കെ ഇവിടെ ഉണ്ടോ നിങ്ങൾ എല്ലാവരും? ഇല്ല സാർ പറഞ്ഞു. ഓക്കെ, ശരി. നമുക്ക് അടുത്തിലോട്ട് പോയാലോ? ഓക്കെ അല്ലേ? അടുത്തിലോട്ട് പോട്ടാ. ആർട്ടിക്കിൾ 1 പാർട്ട് 1 പോവാണ്. പാർട്ട് 1 ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ഓക്കെ അല്ലേ? അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞാൽ ആർട്ടിക്കിൾ 1 പറയുന്നു ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്ന് അഭിപ്രായപ്പെടുന്നു. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് പറയുന്നു. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് പറയുന്നു. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അടുത്തത് ഇന്ത്യൻ യൂണിയന്റെ പേരും അതിന്റെ അതിർത്തിയും പറയുന്നുണ്ട്. ഇന്ത്യൻ യൂണിയന്റെ പേരും അതിർത്തിയും പറയുന്നു. ആർട്ടിക്കിൾ 1 ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യൻ യൂണിയന്റെ പേരും അതിന്റെ അതിർത്തിയും പറയുന്നു. ഇന്ത്യൻ യൂണിയന്റെ പേരും അതിന്റെ അതിർത്തിയും പറയുന്നു. പിന്നെ ആർട്ടിക്കിൾ 3 പുതിയ സ്റ്റേറ്റ്സിന്റെ രൂപീകരണവും നിലവിലുള്ള സ്റ്റേറ്റിന്റെ അതിർത്തികളെ കുറിച്ച് പറയുന്നു. 2 നമുക്ക് വേണ്ട, ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് 2 വേണ്ട, 3 മതി. ഓക്കെ അല്ലേ? പുതിയ സ്റ്റേറ്റ്സിന്റെ രൂപീകരണവും നിലവിലുള്ള സ്റ്റേറ്റ്സിന്റെ അതിർത്തിയും. നമുക്ക് 2 ഡിസ്കസ് ചെയ്യാം. നമുക്ക് 3 ഇമ്പോർട്ടന്റ് ഇപ്പം. ഓക്കെ അല്ലേ? പുതിയ സ്റ്റേറ്റ്സിന്റെ രൂപീകരണവും നിലവിലുള്ള സ്റ്റേറ്റിന്റെ അതിർത്തി, പേര്, ഓക്കെ അല്ലെ? അതിർത്തികൾ പറയുന്നു, പേര് എന്നിവയിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഒരു സ്റ്റേറ്റ് രൂപീകരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓക്കെ അല്ലെ? പുതിയ സ്റ്റേറ്റിന്റെ രൂപീകരണവും നിലവിലുള്ള സ്റ്റേറ്റിന്റെ അതിർത്തിയാണ് ആർട്ടിക്കിൾ 2 പറയുന്നു. 3 പറയുന്നു. ആർട്ടിക്കിൾ 3 പറയുന്നു. പാർട്ട് 1 ആർട്ടിക്കിൾ 3 പറയുന്നു. ഒന്നേന്ന് പറയാം, ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് പാർട്ട് 1 ആർട്ടിക്കിൾ 1 പറയുന്നു. ഓക്കെ അല്ലെ? ഇന്ത്യ യൂണിയന്റെ പേരും അതിർത്തിയും അതിന്റെ അതിർത്തിയെയും കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ 1 തന്നെ. ആർട്ടിക്കിൾ 3 പുതിയ സ്റ്റേറ്റിന്റെ രൂപീകരണവും നിലവിലുള്ള സ്റ്റേറ്റിന്റെ അതിർത്തി, പേര് എന്നിവയിൽ മാറ്റം വരുത്തലും ഇവയെ കുറിച്ച് പറയുന്നു. ഓക്കെ ആണോ? അശ്വിൻ സുഗതൻ ഓക്കെ ആണോ? സുമാമോഹൻ, നേരത്തെ ഇടയ്ക്ക് ഒരാൾ എന്തോ ചോദിച്ചു, ആർട്ടിക്കിൾ 2 ചോദിച്ച ആള് ഇവിടെ ഉണ്ടാ? ഓക്കെ, നാളെ ക്ലാസ് ഉണ്ടോ സാർ എന്ന് ചോദിച്ചു. എനിക്ക് അറിയില്ല, അത് അവർക്കേ അറിയുള്ളൂ. ഞാൻ അവരോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇതൊക്കെ ആണല്ലോ. ശരി, ഇനി ഒരു സ്റ്റേറ്റ്, പുതിയതായിട്ട് നമുക്കൊരു സ്റ്റേറ്റ് രൂപീകരിക്കണമെന്ന് വിചാരിച്ചു. അതിന് എന്താണ്, പാർലമെന്റിന് മാത്രമേ പുതിയതായിട്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കാൻ അവകാശമുള്ളൂ. ഇന്ത്യയുടെ പാർലമെന്റിന് മാത്രമേ പുതിയതായിട്ട് ഒരു സ്റ്റേറ്റ് രൂപീകരിക്കാൻ അവകാശമുള്ളൂ.
ഓക്കെ അല്ലേ? ഇന്ത്യയിൽ ഇപ്പോ ഒരു സംസ്ഥാനം രൂപീകരിക്കാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർലമെന്റിൽ ഒരു വോട്ടെടുപ്പ് ഉണ്ടാവും. ആ വോട്ടെടുപ്പ് വേണ്ടത് ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷമാണ് വേണ്ടത്. കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 200 പേരുണ്ടെങ്കിൽ അതിൽ എത്ര പേരാണോ വോട്ട് ചെയ്യുന്നത് ആ വോട്ട് ചെയ്യുന്നതിന്റെ പകുതി പ്ലസ് 1. അതാണ് 50 പേരെ വോട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ 50 അധികം 1, 51 പേരുടെ ഇതാണ് വേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? പിടികിട്ടോ ഞാൻ പറഞ്ഞത്? പാർലമെന്റിന് മാത്രമേ ഒരു സംസ്ഥാനം രൂപീകരിക്കാൻ അവകാശമുള്ളൂ. ഓക്കെ അല്ലേ? ഇതിന് കേവല ഭൂരിപക്ഷം മതി. കേവല ഭൂരിപക്ഷം. ഈ കേവല ഭൂരിപക്ഷം കൊണ്ട് ഇവര് ഈ സംസ്ഥാന രൂപീകരണത്തിന്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ പാർലമെന്റിൽ ഒരു 200 പേര് പങ്കെടുത്തു എന്ന് വിചാരിക്കുക. അതിലൊരു 50 പേര് വോട്ട് ചെയ്തില്ല, മാറി നിന്നു. ബാക്കി 150 പേര് വോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 150/2 75, 75 അധികം 1, 76 പേരുടെ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇതാവുള്ളൂ. എത്ര പേര് പാർലമെന്റിൽ ഉണ്ടെന്നുള്ളതല്ല, എത്ര പേര് വോട്ട് ചെയ്തു അത് കാൽക്കുലേറ്റ് ചെയ്താണ് കണക്കാക്കുന്നത്. പിടികിട്ടിയ? ഓക്കെ ആണോ? നിർത്തി പറയണോ? ഒന്നുകൂടെ പറയാം. ഏതാണ് പറയണ്ട? അശ്വിൻ സുബ്രൻ കേവല ഭൂരിപക്ഷം എന്നുള്ള പോയിന്റ് കേട്ടില്ല, ഒന്നുകൂടെ. കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ. അതായത് പാർലമെന്റിൽ ഇപ്പൊ 200 പേര് ചെന്നു എന്ന് വിചാരിക്കുക, ലോക്സഭയിൽ 200 പേര് ചെന്നു എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? ഈ 200 പേര് ഇവര് പുതിയ ഒരു ബില്ല് ഇങ്ങനെ സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി ഒരു ബില്ല് കൊണ്ടുവരുന്നു. ആ ബില്ലിൽ വോട്ടിനിടുന്നു. വോട്ടിനിടുമ്പോഴത്തേക്ക് 200 പേരിൽ ചിലപ്പോൾ ഒരു 50 പേര് ചിലപ്പോൾ മാറി നിൽക്കും. ബാക്കി 150 പേരെ ആയിരിക്കും വോട്ട് ചെയ്യുക. ഈ വോട്ട് ചെയ്ത ആളിന്റെ 150 പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് 150 പേരെ വോട്ടില് അതിന്റെ പകുതി എടുക്കും, 75. അതേ അധികം 1, 76 പേരുടെ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇതാവുള്ളൂ, പാസ്സാവുള്ളൂ. വോട്ട് ചെയ്ത ആൾക്കാർ എത്രയാണോ അതിൽ പകുതിയിൽ കൂടുതൽ. പിടികിട്ടിയ? /2 + 1. /2 + 1. 150 പേര് വോട്ട് ചെയ്താൽ 150/2 + 1. പിടികിട്ടിയ? നിങ്ങളെ കുഴപ്പിക്കാതെ അത് ഞാൻ കുഴപ്പിച്ച? ഇല്ല സാർ, മനസ്സിലായി. ഓക്കെ, ശരി. അപ്പം എല്ലാവർക്കും മനസ്സിലായ? ഞാൻ നിങ്ങളെ കുഴപ്പിച്ചില്ലല്ലോ? ഇല്ല സാർ, മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായി. ഓക്കെ, ശരി. ഇനി നമ്മുടെ നിയമനിർമ്മാണ സഭ ആദ്യമായിട്ട് നമ്മൾ ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി, ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ഒരു കമ്മിറ്റി നൽകി ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ആവശ്യമുണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് SK ദർ കമ്മിറ്റി. അത് 1948 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച കമ്മിറ്റിയാണ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണോ വേണ്ടതെന്ന് അറിയാനായിട്ട് SK ദർ കമ്മിറ്റി, വർഷം 1948. ഈ കമ്മിറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് റിപ്പോർട്ട് കൊടുത്തു. ആവശ്യപ്പെട്ടു, ആ കമ്മിറ്റി പറഞ്ഞത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണ്ട എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? 1948 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. നമുക്ക് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണമെന്ന്. ഭരണഘടനയൊക്കെ വന്ന സമയത്ത് എല്ലാവരും ആവശ്യപ്പെട്ടു ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ സെപ്പറേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയുടെ പേര് SK ദർ കമ്മിറ്റി എന്നാണ്. ഇത് വർഷം 1948. ഈ കമ്മിറ്റി പറഞ്ഞു അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു SK ദർ കമ്മിറ്റി. ഓക്കെ അല്ലേ? അതേ സമയത്ത് തന്നെ നമ്മുടെ INC ഒരു കമ്മിറ്റിയും കൂടെ അപ്പോയിന്റ് ചെയ്തു. INC അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. JVP കമ്മിറ്റി, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ ഇവരടങ്ങിയ ഒരു കമ്മിറ്റി, JVP കമ്മിറ്റി. ഓക്കെ അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനം വേണമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് JVP കമ്മിറ്റി. ഓക്കെ അല്ലേ? JVP, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. എവരും പറഞ്ഞു ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണ്ടായിരുന്നു. ഓക്കെ ആണോ? പിടികിട്ടിയോ? JVP കമ്മിറ്റിയുടെ 1948. ഓക്കെ അല്ലേ? അതും 1948 തന്നെ. ഓക്കെ അല്ലേ? ശരി, ഞാൻ ബാക്കി പറഞ്ഞോട്ടാ. നിങ്ങൾ ആ ക്ലാസ് കഴിയാനുള്ള സമയം ആയിട്ടില്ല, നമ്മൾ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. JVP ഫുൾ ഫോം എന്ന് പറയാം.
JV ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ പട്ടാഭി സീതാരാമയ്യ JVP കമ്മിറ്റി. J for ജവഹർലാൽ നെഹ്റു, V for വല്ലഭായ് പട്ടേൽ, P for പട്ടാഭി സീതാരാമയ്യ. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ നിങ്ങളെ കുഴപ്പിച്ചില്ല, ആശയക്കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ശരി. ഇവിടെ അടുത്തത് പട്ടാഭി സീതാരാമയെ കുറിച്ച് PSC ചോദിച്ച ഒരു കുറച്ച് ക്വസ്റ്റ്യൻ, ഒരു 3-4 പോയിന്റ്, അതൊന്ന് പറയുവാണ് ഞാൻ. ഓക്കെ അല്ലേ? INCയുടെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ എന്നാണ് നമ്മുടെ പട്ടാഭി സീതാരാമയ്യ അറിയപ്പെടുന്നത്. എലിസബത്ത് കുര്യനും ഷാജി ചോദിക്കാറുണ്ട്. ആരാദ്യം? ഷാജി ഹസീനെ ചോദിച്ചോ? ഇല്ല. എലിസബത്ത് കുര്യനെ വരുന്നുണ്ടോ ചോദിക്കാൻ? സാർ ഒന്നോട് പറയാൻ പറ്റുമോ? INCയുടെ കേട്ടില്ല. മായ എലിസബത്ത് ആദ്യം പറ, എന്നിട്ട് മായ പറ. എലിസബത്ത് എന്താ? എലിസബത്ത് കുര്യൻ. ഹലോ സാർ, ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഏതാണ്? നമ്മുടെ ഈ കമ്മിറ്റികളെ കുറിച്ചാണോ? അതെ അതെ, INCയുടെ കമ്മിറ്റി. ഇതിനിടയ്ക്ക് ഒരാൾ ചോദിച്ചായിരുന്നു, ഒരു മായ എന്താണ് ആ കുട്ടി ചോദിക്കും, അയാൾ ചോദിക്കും. വേറൊരാൾ ചോദിച്ചായിരുന്നല്ലോ ഇടയ്ക്ക്, വേറൊരാൾ ചോദിച്ചായിരുന്നു. ഓക്കെ ശരി. കമ്മിറ്റികൾ 48 ഭരണഘടനാ നിർമ്മാണ സഭ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിയുടെ പേര് നമ്മുടെ SK ദർ കമ്മിറ്റി. ഇത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണോ വേണ്ടെന്നായിരുന്നു. ഈ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടും വേണ്ട എന്നായിരുന്നു. 1948 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. അത് വല്ലഭായ് പട്ടേൽ കമ്മിറ്റി. സർദാർ വല്ലഭായ് പട്ടേൽ JVP കമ്മിറ്റി. സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, പട്ടാഭി സീതാരാമയ്യ. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ JVP കമ്മിറ്റി. എവരും പറഞ്ഞു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണ്ട എന്ന്. ഓക്കെ ആണോ? ഓക്കെ സാർ. പിന്നെ പട്ടാഭി സീതാരാമയ്യെ പറ്റി പറഞ്ഞ കാര്യം ഒന്നോടെ പറയോ? പറയട്ടാ. ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ, ഒഫീഷ്യൽ ചരിത്രകാരൻ, ഹിസ്റ്റോറിയൻ ആണ് പട്ടാഭി സീതാരാമയ്യ. ഒഫീഷ്യൽ ചിത്രകാരനാണ് പട്ടാഭി സീതാരാമയ്യ. ഓക്കെ, തീർന്നില്ല. സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചു. INC ഇലക്ഷനില് സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെ ഓപ്പോസിറ്റ് നിന്ന് മത്സരിച്ച് തോറ്റു. ഗാന്ധിജിയുടെ റെക്കമെൻഡേഷനിലാണ് അദ്ദേഹം നിന്നത്, പരാജയപ്പെട്ടു. ഓക്കെ അല്ലേ? INC ഇലക്ഷനില് സുഭാഷ് ചന്ദ്രബോസിനെതിരെ നിൽക്കുകയും മത്സരത്തിൽ തോൽക്കുകയും ചെയ്തു. ഫാദർ ഓഫ് ആന്ധ്ര ബാങ്ക്, ഫാദർ ഓഫ് ആന്ധ്ര ബാങ്ക്, ഫാദർ ഓഫ് ആന്ധ്ര ബാങ്ക്. ഹൗസ് കമ്മിറ്റി, പാർലമെന്റിലെ ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. കർണാടക നിർമ്മാണ സഭയിൽ ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഇദ്ദേഹം. തെലുങ്ക് ആളാണ്, തെലുങ്ക് സംസാരിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ തെലുങ്കിൽ അദ്ദേഹം ഒരു പത്രം തുടങ്ങിയിട്ടുണ്ട്. ആ പത്രത്തിന്റെ പേര് ജന്മഭൂമി. തെലുങ്കിൽ ഒരു പത്രമുണ്ട്, ജന്മഭൂമി. ഇദ്ദേഹത്തിന്റെ ബുക്കുകൾ ഞാൻ പറയാൻ പോവാണ്. ഗാന്ധി ആൻഡ് ഗാന്ധിസം, ദ ഹിസ്റ്ററി ഓഫ് INC, ഫെദേഴ്സ് ആൻഡ് സ്റ്റോൺസ്, ഫെദേഴ്സ് ആൻഡ് സ്റ്റോൺസ്, ഫെദേഴ്സ് FEATHERS, ഫെദേഴ്സ് ആൻഡ് സ്റ്റോൺസ്, കല്ല്, സ്റ്റോൺസ്. ഓക്കെ ആണോ? രണ്ടാമത്തെ ബുക്കിന്റെ പേര് അല്ലെ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. തുടക്കം മുതൽ പട്ടാഭി സീതാരാമയ്യ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ അവിടെ ഉണ്ടായാൽ മാത്രം മതി. INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ, സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെ നിന്ന് ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചു. INCയുടെ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചു, തോറ്റുപോയി. ഫാദർ ഓഫ് ആന്ധ്ര ബാങ്ക്, ഹൗസ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ഇതില്. ഓക്കെ അല്ലേ? ജന്മഭൂമി എന്ന് പറഞ്ഞ തെലുങ്കിൽ ഒരു പത്രം ഉണ്ടായിരുന്നു. ഗാന്ധി ആൻഡ് ഗാന്ധിസം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് അദ്ദേഹത്തിന്റെ ഉണ്ട്. അത് കൂടാണ്ട് ദ ഹിസ്റ്ററി ഓഫ് INC ഉണ്ട്. ഹിസ്റ്ററി ഓഫ് INC, ഫെദേഴ്സ് ആൻഡ് സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. ഫെദേഴ്സ് ആൻഡ് സ്റ്റോൺസ്, ദ ഹിസ്റ്ററി ഓഫ് INC. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണം. ബുക്ക് ഒന്നുകൂടി പറയാൻ പറ്റുമോ? കേട്ടില്ല. എന്താണ് ബുക്ക് പറഞ്ഞില്ലേ? ഏതാണ്? എന്താണ്? കേട്ടില്ല, ഒന്നുകൂടാ. ഹിസ്റ്ററി ഓഫ് INC. എന്താണ്? INC ആ?
ദ ഹിസ്റ്ററി ഓഫ് INC, പുസ്തകത്തിന്റെ പേര് ഹിസ്റ്ററി ഓഫ് INC. പറയണേ, ആരോ ചോദിച്ചു. പ്രിൻസി മുരുകൻ പറ. മൂന്നാമത്തെ ടെസ്റ്റിന്റെ പേര് പറഞ്ഞേ. മൂന്നാമത്തെ ടെസ്റ്റിന്റെ പേര് Feathers and Stones. Feathers and Stones. FEATHERS. Feathers and Stones. FEATHERS. Feathers and Stones. മനു പ്രിയകോസ് ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? ശരി, ഇനി ഒരു ചെറിയ കാര്യം കൂടെ, ഒന്ന് രണ്ട് ചെറിയ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിങ്ങളുടെ സമയം ഏകദേശം കഴിയാറായി. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം നമ്മൾ ആന്ധ്രയാണ്. ഒക്ടോബർ 1 വന്നത്. ഈ ആന്ധ്ര വരാൻ കാര്യം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പോറ്റി ശ്രീരാമുലു എന്ന് പറയുന്ന ഒരാള് കുറച്ചു ദിവസം പട്ടിണിയിരുന്നു, ജലപാനം പോലും കഴിച്ചില്ല, അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ ആൾക്കാരുടെ ഈ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി 1953 ഒക്ടോബർ 1 ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്നു. ഓക്കെ അല്ലേ? ആന്ധ്രാപ്രദേശ് ആവുന്നത് 56 അത് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? 1953 ഒക്ടോബർ 1 ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം വന്നു. അപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യം വന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആന്ധ്രയാണ്. ഓക്കെയാണോ? വർഷം 953, 1953 ഒക്ടോബർ 1. 1953 ഒക്ടോബർ 1. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ആന്ധ്രയുടെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം ഇരുന്ന് മരിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പോറ്റി ശ്രീരാമുലു. പോറ്റി ശ്രീരാമുലു. പോറ്റി ശ്രീരാമുലു. പോറ്റി ശ്രീരാമുലു. ഓക്കെ. ഇദ്ദേഹത്തിനെ അമരജീവി, ഫാദർ ഓഫ് ആന്ധ്ര അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് എന്നൊക്കെ പറയുന്നു. ഫാദർ ഓഫ് ആന്ധ്ര, അമരജീവി എന്നറിയപ്പെടും. പോറ്റി ശ്രീരാമലിനെ ഫാദർ ഓഫ് ആന്ധ്ര, അമരജീവി എന്നറിയപ്പെടും. ചിരഞ്ജീവി അല്ല, ചിരഞ്ജീവി നടനാണ്, അമരജീവി. ഓക്കെ അല്ലേ? ഓക്കെ, ശരി. പൊക്കളല്ലേ? ഓക്കെ അല്ലേ? ഈ ഒരു പാർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങ് പോവാം കേട്ടോ. നിങ്ങൾ 12:37 നിങ്ങൾ ഇങ്ങനെ പോണമെന്ന് വേണം വെച്ചാൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. ജസ്റ്റ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടോ. ഓക്കെ, ശരി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് മൊത്തം 565ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഈ 565 നാട്ടുരാജ്യങ്ങളെ നമ്മളെ ഇന്ത്യയോട് ചേർത്തത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ അല്ലേ? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ അല്ലേ? പട്ടേലിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച EP മേനോൻ, വാപ്പാല പങ്കുണ്ണി മേനോൻ. ആരുടെ? വാപ്പാല പങ്കുണ്ണി മേനോൻ. ഓക്കെ അല്ലേ? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്നു. ഓക്കെ അല്ലേ? വാപ്പാല പങ്കുണ്ണി മേനോൻ മലയാളിയാണ്. ഇതിനകത്ത് അംഗമായിരുന്ന മലയാളിയാണ് അദ്ദേഹം. ഓക്കെ, നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാടെ? സർദാർ വല്ലഭായ് പട്ടേൽ. അതിലുണ്ടായിരുന്ന മലയാളി VP മേനോൻ. ഓക്കെ, ശരി. അപ്പൊ ഇവരിങ്ങനെ ഏകീകരിക്കാൻ ശ്രമിച്ചപ്പോ ഒരു 3 പേര് ചേരാൻ തയ്യാറായില്ല. അത് ഒന്ന് നമ്മുടെ ഹൈദരാബാദ് ആയിരുന്നു, പിന്നെ ഒന്നുള്ളത് ജുനഗഡ് ആയിരുന്നു, പിന്നെ ഉള്ളത് ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു. ജുനഗഡ് ഒരു ആൾക്കാരുടെ ഒരു അഭിപ്രായമൊക്കെ എടുത്തു, ഒരു വോട്ടൊക്കെ ഇട്ട് അവര് മെമ്മോറാണ്ടം വഴി അവര് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. ഓക്കെ അല്ലേ? മെമ്മോറാണ്ടം വഴി ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. അതേ സമയത്ത് നമ്മുടെ ഹൈദരാബാദിന് ചേരൂല എന്ന് അദ്ദേഹം നൈസാം പറഞ്ഞു. അപ്പം നമ്മുടെ പട്ടേൽ ഒരു സൈന്യത്തെ സൈനിക ഓപ്പറേഷൻ നടത്തി ഇതിനെ കൂടെ ചേർത്തു. ഈ സൈനിക ഓപ്പറേഷൻ പറയുന്ന പേര് ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോയിലൂടെയാണ് 1948 ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത്. 1948 ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത ഓപ്പറേഷൻ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ പോളോ. ഓക്കെ അല്ലേ? ജുനഗഡ് മെമ്മോറാണ്ടത്തിൽ ചേർന്നു അവസാനം
പട്ടേലിന്റെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു മെമ്മോറാണ്ടം നടത്തി, ആൾക്കാരുടെ ഇടയിൽ ഒരു വോട്ടൊക്കെ നടത്തി. സർ അതിന്റെ ഇയർ ഒന്ന് പറയോ? 940 ഓപ്പറേഷൻ പോളോ 940. ജുനഗഡിന്റെയോ? ജുനഗഡിന്റെ വർഷവും അത് തന്നെയാണ്. മറ്റേ അതേ സമയത്ത് ഇതിന്റെ വർഷം നമ്മുടെ ജമ്മു കാശ്മീര് നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് അവിടുത്തെ രാജാവ് രഞ്ജിത് സിംഗ് ചെറിയ കരാറൊക്കെ വെച്ചിട്ടാണ് ലയിച്ചത്. പട്ടേലിന് അതിൽ റോളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ 3 രാജ്യങ്ങളാണ് അവസാനം ചേരാൻ വിഷമിച്ചു നിന്നത്. അത് ജുനഗഡ്, ഹൈദരാബാദ്, പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ അല്ലേ? നൈസാമിന്റെ രാജ്യം ജുനഗഡും പിന്നെ ഇത് ഓപ്പറേഷൻ പോളോ വഴി 940 ഓപ്പറേഷൻ പോളോ വഴിയാണ് നമ്മുടെ ഇത് ഹൈദരാബാദിനെ ലയിപ്പിച്ചത്. ഓക്കെ അല്ലേ? സർ ജുനഗഡും ജമ്മു ആൻഡ് കാശ്മീരും ചേർന്ന വർഷം പറയുമോ? സെയിം വർഷം തന്നെ 48 948. അദ്ദേഹത്തിന് രഞ്ജിത് സിംഗ് ഒപ്പിട്ട ആ സമയത്ത് ഫസ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായിരുന്നു 947 അവസാന സമയത്ത്. ആ യുദ്ധത്തോടുകൂടി അദ്ദേഹത്തിന് ഒപ്പിട്ട് വരേണ്ടി വന്നു. ഓക്കെ അല്ലേ? ശരി, അടുത്തതിലോട്ട് പോയിക്കോട്ടെ. അപ്പൊ ഞാൻ സംസ്ഥാന പുനഃസംഘടനയെ പറഞ്ഞ് നിൽക്കുവാണ്. നമുക്ക് അത് പറഞ്ഞു നിർത്താം. സംസ്ഥാനം ഈ പോറ്റ് ശ്രീരാമുലു മരിച്ചല്ലോ. അപ്പൊ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഒരുപാട് വേണമെന്നുള്ള മുറവിളിയായി ബഹളം വെച്ചു. അപ്പൊ 53 ഈ ആന്ധ്ര വന്നത് കാരണം ഭാഷാടിസ്ഥാനത്തിൽ എല്ലാവർക്കും സംസ്ഥാനം വേണമെന്ന് നിർബന്ധം വന്നപ്പോഴത്തേക്ക് ഇവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മിറ്റിയെ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്തു, പാർലമെന്റും ഇന്ത്യൻ ഗവൺമെന്റും. ഓക്കെ അല്ലേ? ആ കമ്മിറ്റിയുടെ പേരാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അഥവാ ഫസൽ അലി കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ. അപ്പോയിന്റ് ചെയ്ത വർഷം 1953. ഓക്കെ അല്ലേ? കമ്മിറ്റിയുടെ പേരൊന്നുകൂടെ പറയാം. 1953 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അഥവാ ഫസൽ അലി കമ്മീഷൻ. ഓക്കെ അല്ലേ? ജമ്മു കാശ്മീർ 947 ഒക്ടോബർ 26 ഒരാൾ ഇട്ടേക്കുന്നു. നമുക്ക് ആ യുദ്ധം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു കരാറൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. 948 PSC ആൻസർ. ഓക്കെ അല്ലേ? അനന്തകൃഷ്ണനാണ് ഇട്ടേക്കുന്നത്. ശരി, ഇത് പിടികിട്ടിയ സർ? ഫസൽ അലി കമ്മിറ്റിയുടെ ഇയർ ഒന്ന് പറയാവോ? ഇയർ 1953 ഫസൽ അലി കമ്മീഷൻ. അതിനെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്നും പറയുന്നുണ്ട്. അഭിപ്രായമല്ല, അങ്ങനെയും പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇതിനകത്ത് 2 പേരുണ്ട്, സർദാർ KM പണിക്കർ. ഫസൽ അലിയെ കൂടാണ്ട്, ഫസൽ അലി ആയിരുന്നു കമ്മീഷന്റെ അധ്യക്ഷൻ. അദ്ദേഹത്തെ കൂടാതെ HN കുൻസ്രു ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സർദാർ KM പണിക്കർ ഉണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായ മലയാളിയാണ് സർദാർ KM പണിക്കർ. ഓക്കെ ആണല്ലോ? 53 സർ ഫസൽ അലി കമ്മീഷനും മലയാളി സർദാർ KM പണിക്കർ. വേറൊരാളും കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, HN കുൻസ്രു. അദ്ദേഹം മലയാളിയല്ല, HN കുൻസ്രു. ഫസൽ അലി കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി, HN കുൻസ്രു, സർദാർ KM പണിക്കർ. ഇതിലെ സർദാർ KM പണിക്കർ ആയിരുന്നു മലയാളി. ആകെ 3 പേരെ ഉള്ളായിരുന്നു. ഓക്കെ സാർ. ഓക്കെ, അങ്ങനെ ഇവര് റിപ്പോർട്ടൊക്കെ കൊടുത്തു. എന്നിട്ടും കുറച്ച് താമസിച്ചു. അങ്ങനെ അവസാനം തീരുമാനമായി 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഓക്കെ അല്ലേ? 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും 14 സംസ്ഥാനങ്ങളും നിലവിൽ വന്നു. ഓക്കെ ആണോ അവിടെ? അത് പ്രകാരം 1956 സാർ? 1956 നവംബർ 1 1956 നവംബർ 1. ഓക്കെ ആണോ? ഓക്കെ, ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒന്ന് ഹിമാചൽ പ്രദേശ് ആയിരുന്നു. അന്ന് ഒരു കേന്ദ്രഭരണ പ്രദേശം ഹിമാചൽ പ്രദേശ് ആയിരുന്നു. പിന്നെ ഡൽഹി ഉണ്ടായിരുന്നു, ത്രിപുര ഉണ്ടായിരുന്നു, മണിപ്പൂർ ഉണ്ടായിരുന്നു, ആൻഡമാൻ നിക്കോബാറും ലക്ഷദ്വീപും ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? 6 കേന്ദ്രഭരണ പ്രദേശം ഓക്കെ ആയ?
ഡൽഹി, ഹിമാചൽ പ്രദേശ്, മണിപ്പൂര്, ത്രിപുര. പിന്നെ 2 നമ്മുടെ ലക്ഷദ്വീപ് ഒരെണ്ണം, ആൻഡോമാൻ നിക്കോബാർ ഒരെണ്ണം. 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഓക്കെ അല്ലേ? കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇവിടെ ഇല്ല. ഓക്കെ ഓക്കെ. ഒരു 1-2 ചെറിയ സാധനങ്ങൾ പറഞ്ഞ് നമുക്ക് നിർത്താം. 2 കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ 14 സംസ്ഥാനങ്ങൾക്ക് 14 സംസ്ഥാനങ്ങളെ PSC ചോദിച്ചോട്ടെ. ഈ കേന്ദ്രഭരണ പ്രദേശം ഇതുവരെ PSC ചോദിച്ചതായിട്ട് എന്റെ ഒരു ഓർമ്മയിലില്ല. പക്ഷേ 14 സംസ്ഥാനങ്ങളെ PSC ചോദിച്ചു. അതിനൊരു കോഡുണ്ട്. അമ്മോ BP കുമാർ BJPയിലേക്കും. ഓക്കെ, അമ്മോ BP കുമാർ BJPയിലേക്കും. ഓക്കെ ആണോ? A ഫോർ ആന്ധ്ര, 2M മദ്രാസും മൈസൂരും. ഓക്കെ അല്ലേ? അടുത്തത് O ഒഡീഷ. അമ്മോ പിടികിട്ടിയ ആദ്യത്തെ 4. ഓക്കെ ആണോ? ഒരു കമന്റ് താടെ. ഓക്കെ ആണോ? കോഡ് അമ്മോ BP കുമാർ BJPയിലേക്കോ. അമ്മോ BP കുമാർ BJPയിലേക്കോ. അതിൽ അമ്മോയാണ് ഞാൻ പറഞ്ഞത്. A ഫോർ ആന്ധ്രാപ്രദേശ്, 2M ആദ്യത്തെ M മദ്രാസ്, രണ്ടാമത്തെ M മൈസൂർ. അടുത്തത് O ഒഡീഷ. ഓക്കെ അല്ലേ? ഓക്കെ സർ. ഇനി അടുത്തത് BP. അടുത്ത ബോംബെ പശ്ചിമ ബംഗാൾ. ബോംബെ പശ്ചിമ ബംഗാൾ. ഇത് ഫേമസ് കോഡാണ്. PSC പഠിക്കുന്ന എല്ലാവർക്കും വളരെ ആദ്യം പഠിക്കുന്ന കോഡുകളിൽ ഒന്നാണ്. B ഫോർ ബോംബെ, P ഫോർ പശ്ചിമ ബംഗാൾ. ഓക്കെ ആണോ? അമ്മോ BP പിടികിട്ടിയ? ഓക്കെ ആണോ? പറഞ്ഞോട്ടെ. ഡിബിൻ കെ ഓക്കെ ആണോ? ഡബിൾ M ഒന്ന് പറയാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ ശരി. ഡബിൾ M ആണ്. അതാണ് മദ്രാസും മൈസൂരും. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ശരി. 14 സ്റ്റേറ്റ്സ് ആണോ സർ? 14 സ്റ്റേറ്റ്സ് ആണോ? 14 സംസ്ഥാനങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ ശരി. അടുത്ത പറഞ്ഞോട്ടോ. സാർ അമ്മോ BP കഴിഞ്ഞു. ഇനി കുമാർ. K ഫോർ കേരള, U ഫോർ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ യുണൈറ്റഡ് പ്രൊവിൻസ്, M ഫോർ മധ്യപ്രദേശ്, A ഫോർ അരുണാചൽ പ്രദേശ്, R ഫോർ രാജസ്ഥാൻ. ഓക്കെ അല്ലേ? കേരളം, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആസാം, സോറി ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ് ഇല്ല, ആസാമാണ് കേട്ടോ. സോറി, അരുണാചൽ ഇല്ല, ആസാമാണ്. കുമാറിലെ A. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം, അതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കേരളം, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആസാം, രാജസ്ഥാൻ. ആസാം, രാജസ്ഥാൻ. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. കുമാറിലെ A ആസാമാണ്. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് BJP. B ഫോർ ബീഹാർ, J ഫോർ ജമ്മു കാശ്മീർ, P ഫോർ പഞ്ചാബ്. പഞ്ചാബ്. ഓക്കെ ആണോ? ഓക്കെ. ഇപ്പൊ ജമ്മു കാശ്മീർ സംസ്ഥാനം അല്ലേ? ജമ്മു കാശ്മീർ ഇപ്പൊ കേന്ദ്രഭരണ പ്രദേശമാണേ. അത് 2019 ഓഗസ്റ്റ് 5 അത് മാറി. ആർട്ടിക്കിൾ 370 മാറ്റിയപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ ഇട്ടു A ഫോർ ആന്ധ്ര, M ഫോർ മദ്രാസ്, M ഫോർ മൈസൂർ, O ഫോർ ഒഡീഷ, B ഫോർ ബോംബെ, P ഫോർ പശ്ചിമ ബംഗാൾ, K ഫോർ കേരള, U ഫോർ ഉത്തർപ്രദേശ്, M ഫോർ മധ്യപ്രദേശ്, A ഫോർ ആസാം, R ഫോർ രാജസ്ഥാൻ, ബീഹാർ, ജമ്മു കാശ്മീർ, പഞ്ചാബ്. കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ മദ്രാസ് മൈസൂരും ഇല്ലേ, മദ്രാസ് പതുക്കെ അങ്ങ് പേര് മാറ്റി തമിഴ്നാടെന്നാക്കി, മൈസൂർ പതുക്കെ പേര് മാറ്റി കർണാടക എന്നാക്കി. ഓക്കെ അല്ലേ? അതുപോലെ പിന്നെ ബോംബെ വിഭജിച്ച് 1960 ബോംബെ വിഭജിച്ച് 1960 ഗുജറാത്ത് വന്നു. പിന്നെ ബാക്കിയുള്ള ഭാഗത്തിന്റെ പേരങ്ങ് മാറ്റി മഹാരാഷ്ട്ര എന്നാക്കി. ഓക്കെ അല്ലേ? ബോംബെ എന്നാ വിഭജിച്ചത് സാർ?
ബോംബെ അല്ല, ഗുജറാത്ത് ആണ് 1960. ഓക്കെ അല്ലെ? ബോംബെ വിഭജിച്ചാണ് ഗുജറാത്ത് വന്നത് 1960. 1987 ഗോവ വന്നു. ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനം ഗോവ. ഇയർ ഒന്ന് പറയോ? 1987 ഗോവ. സാർ ഈ ഗോവ വന്നത് ഏതിനേലും വിഭജിച്ചിട്ടാണോ? അത് ഗോവ ഗുജറാത്തിന്റെ കുറച്ച് ഭാഗത്തും ഉണ്ട്, മഹാരാഷ്ട്രയുടെ കുറച്ച് ഭാഗത്തും വരും. അപ്പൊ ഇവര് രണ്ടുപേരും വിഭജിച്ചാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. പക്ഷെ എന്നാൽ അത് അത്ര കറക്റ്റ് അല്ല, അത് ചെക്ക് ചെയ്താലേ പറയാൻ പറ്റും. എടി കയറി ഞാൻ എന്തെങ്കിലും പറഞ്ഞ ചിലപ്പോൾ തെറ്റായി. ഓക്കെ, ശരി. അടുത്തത് പിന്നെ അവസാനം ഒരു 3 സംസ്ഥാനങ്ങൾ വന്നിട്ടുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കാം. 2000 നവംബർ 1 ഛത്തീസ്ഗഡ് വന്നു. 2000 നവംബർ 9 ഉത്തരാഖണ്ഡ് വന്നു. 2000 നവംബർ 15 ജാർഖണ്ഡ് വന്നു. 2000 എല്ലാം ഈ 3 പേര് വന്നത്. 2000 നവംബർ 1 ഛത്തീസ്ഗഡും ഉത്തരാഖണ്ഡ് 2000 നവംബർ 9 2000 നവംബർ 15 ജാർഖണ്ഡും വന്നു. ഓക്കെ അല്ലേ? ലാസ്റ്റ് വന്നത് തെലങ്കാന. അതായത് 2000 നവംബർ 1 ഛത്തീസ്ഗഡ്. ഓക്കെ അല്ലേ? നവംബർ 9 ഉത്തരാഖണ്ഡ്, 15 ജാർഖണ്ഡ്. ഗോവ 1987 ആണ്. 2014 ജൂൺ 2 നമ്മുടെ ഇത് വരുന്നത്, തെലങ്കാന വരുന്നത്. ഒരു കൃഷ്ണ കമ്മിറ്റിയാണ്, ശ്രീകൃഷ്ണ കമ്മിറ്റി പ്രകാരമാണ് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ? ശരി. അപ്പൊ ഏകദേശം ടൈം ഒക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ചോദിച്ചോ. സാറേ, എനിക്ക് 6 യൂണിയൻ ടെറിട്ടറിയുടെ പേരെന്ന് പറയാം, അത് കിട്ടിയില്ലായിരുന്നു. യൂണിയൻ ടെറിട്ടറി ഏതാണ്? ആദ്യം 6 യൂണിയൻ ടെറിട്ടറി അല്ലേ? ഓക്കെ. ഇവിടെ ത്രിപുര ഉണ്ടായിരുന്നു, മണിപ്പൂർ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? പിന്നെ ഹിമാചൽ പ്രദേശ് ഉണ്ടായിരുന്നു, ഗോവ, നമ്മുടെ ഡൽഹി ഉണ്ടായിരുന്നു. പിന്നെ 2 ദ്വീപുകൾ, ലക്ഷദ്വീപും ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകൾ. ഓക്കെ ആണോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ, സ്റ്റേറ്റ്സിന്റെ തൊട്ടൊന്നുകൂടെ പറയാവോ? ഏതാണ് സ്റ്റേറ്റ്സിന്റെ കോഡാണോ? ആ കോഡ് തൊട്ടൊന്നുകൂടെ പറയാവോ? കോഡ് അമ്മു BP കുമാർ BJPയിലേക്ക്. ഇത് പഴയ കോഡാണ്, PSC പഠിക്കുന്ന എല്ലാവരും പണ്ടേ കാണാൻ പഠിച്ചു വെച്ച കോഡാണ്. A ഫോർ ആന്ധ്രാപ്രദേശ്, 2M മദ്രാസും മൈസൂരും. ഓക്കെ അല്ലേ? അടുത്തത് ഒഡീഷ. അത് കഴിഞ്ഞിട്ട് അമ്മു കഴിഞ്ഞു, തീർന്നു. അടുത്തത് BP B ഫോർ ബീഹാർ, P ഫോർ പശ്ചിമ ബംഗാൾ, K ഫോർ കേരള. അടുത്തത് യുണൈറ്റഡ് പ്രൊവിൻസ് അല്ലെങ്കിൽ ഉത്തർപ്രദേശ്, A ആസാം, R രാജസ്ഥാൻ, BJP ബീഹാർ. ഒരു സെക്കൻഡ്, ബീഹാർ, ബോംബെ ഞാൻ പറയാൻ പറ്റും. ആദ്യത്തെ B ബോംബെ ആണ് കേട്ടോ, സോറി. ആദ്യത്തെ B ബോംബെ ആണ്. BP കുമാർ ആദ്യത്തെ B ബോംബെ ആണ്. ഓക്കെ അല്ലേ? ആ ഓർഡറിന് പോയാലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ബിയുടെ കൂടെ തന്നെ എനിക്കത് ബോംബെ എന്ന് പറയായിരുന്നു. ആ ബിയുടെ കൂടെ ഓർഡറിന് പോയാലേ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഇത് PSC പഠിക്കുന്ന അപ്പൂപ്പന്മാര് പണ്ട് പാസ് ചെയ്ത് വിട്ട കോഡാണ്. ഓക്കെ അല്ലേ? അപ്പൊ അവസാനത്തെ BJPയിലെ B ബീഹാർ, പിന്നെ J ജമ്മു കാശ്മീർ, രാജസ്ഥാൻ. ഓക്കെ ആണോ? ശരി. വേറെ എന്തെങ്കിലും ഉണ്ടോ? ജമ്മു കാശ്മീർ, ഹലോ, തെലുങ്കാനയുടെ വർഷവും മന്ത് ഒന്ന് പറയാവോ? 2014 ആ മന്ത്. 2014 വർഷം 2014 ജൂണിലാണ്. ജൂൺ 2 ശ്രീകൃഷ്ണ കമ്മിറ്റിയാണ്, ശ്രീകൃഷ്ണ കമ്മീഷൻ. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ പ്രസന്റ് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളെ ഉള്ളൂ. ജമ്മു കാശ്മീർ പോയി. നമ്മുടെ 9 കേന്ദ്രഭരണ പ്രദേശം കാണണം ഇപ്പൊ.
9 ലഡാക്കൂടെ കൂട്ടി 9 വരും. ഓക്കെ അല്ലേ? 8 എണ്ണല്ലേ സാർ? സോറി, എന്താണ്? 8 കേന്ദ്രഭരണ പ്രദേശം. 9 കേന്ദ്രഭരണ പ്രദേശം ആണെന്നാണ് എന്റെ ഓർമ്മ. ഇപ്പൊ ദാമനും ദിയും ഒന്നായില്ലേ സാറേ? 8 കേന്ദ്രഭരണ പ്രദേശമല്ലേ ഇപ്പോഴും ദാമനും ദിയും അത് ഒന്നായിട്ടില്ലേ? ഞാൻ ചെക്ക് ചെയ്ത് പറയാം. എന്റെ ഓർമ്മയിൽ 9 2020 ജനുവരി 26-ന് ദാമൻ ആൻഡ് ദിയുവും ദാദ്ര നഗർ ഹവേലിയും കൂടി ഒരുമിച്ച് ആക്കി. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ നോക്കണം, നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും 28 സംസ്ഥാനങ്ങൾ. ഓക്കെ അല്ലേ? ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഉള്ളിലോട്ട് പോകുമ്പോൾ പഠിക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ശരി. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടുപിടിച്ച് തിരുത്തുക, എനിക്ക് കൂടി പറഞ്ഞു തരിക. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളെ ബോറടിപ്പിച്ചില്ലെന്ന് വിചാരിക്കുന്നു. നന്ദി, താങ്ക് യു.